യഥാർത്ഥ ഉപാസകരും യഥാർത്ഥ അർച്ചകരും യഥാർത്ഥ സ്വഭാവമുള്ള അമ്മയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നൊരു മൂകാംബിക ഒരു കൊല്ലൂരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു പാസ്റ്റ് ടെൻസിൽ. എന്നെ ഭഗവാൻ അത് പറയാൻ സമ്മതിക്കുകയില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷമം എന്താണെന്ന് ഞാൻ അനുഭവിച്ചതാണ്. ഞാനത് പറയാൻ തുടങ്ങി ആദ്യത്തെ 10 മിനിറ്റിൽ ഒരു അമ്മൂമ്മ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ബോധം കിട്ടും. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. എൻ്റെ ഒരു പ്രഭാഷണം ഏതിലും ഈ വിഷയമുണ്ട്. കാരണം ദുഃഖം വന്നങ്ങോട്ട് തകർക്കുകയാണ്. യശോദയുടെ മനസ്സങ്ങോട്ട് ആൾക്കാരിലേക്ക് കയറിയാൽ പിന്നെ സമനില കിട്ടില്ല. ഞാൻ ഭഗവാനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രഭാഷണം ഇന്നേ വരെ പറഞ്ഞെങ്കിൽ അത് യശോദാഹൃദയം മാത്രമാണ്. കാരണം അമ്മയുടെ കഥ പറഞ്ഞാൽ ഭഗവാൻ ഇരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അറിയാം വാട്ട് ഹി ഡിഡ് ടു ഹെർ വാസ് റോങ് ഇൻ എവറി സെൻസ്. ബട്ട് അതായിരുന്നു ധർമ്മം. എപ്പോഴും പറയും യശോദ കൃഷ്ണൻ്റെ വളർത്തമ്മയായിട്ട് ചുരുക്കി കാണല്ലേ, പരാശക്തിയെ പ്രസവിച്ചവളാണ്. വെൻ യു ലവ് സംബഡി യു വിൽ നെവർ ഡു എനിത്തിങ് അഗൻസ്റ്റ് ഇറ്റ് ഓർ അഗൻസ്റ്റ് ഹിം ഓർ ഹെർ. ഇഫ് യു റിയലി ലവ് ദിസ് ബോഡി ഈസ് ഇമ്മെറ്റീരിയൽ. ഇപ്പോൾ ഭഗവാന്റെ പോലും ഞാൻ അതിൽ പറയാം, ദേവകി പ്രസവിച്ച ശരീരം ഒരു വേടൻ്റെ അമ്പ് കൊണ്ട് പോയി കഴിഞ്ഞു. വാട്ട് റിമെയിൻസ് ഈസ് ഹിസ് നെയിം ആൻഡ് വാട്ട് ഹി ടോട്ട് us. ഓഷോൻ്റെ വരികയാണത്. അത് കൃഷ്ണ ഈസ് ദ ഓൺലി ഡാൻസിങ് ഐലൻഡ് ഓഫ് ലാഫ്റ്റർ ഇൻ എ വാസ്റ്റ് ഓഷൻ ഓഫ് സോറോ എന്നാണ് ചോദിച്ചത്. കൃഷ്ണൻ്റെ ലൈഫ് ദുഃഖമയമല്ലേ. ഇത്രയും ശാപം കേട്ട ഒരാളല്ലേ. ശാപം മാത്രമല്ല, ജനിച്ചപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് വേണ്ടി എത്ര പേര് മരിച്ചു, എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു, അദ്ദേഹത്തിന് വേണ്ടി എത്ര പേര് ദുഃഖങ്ങൾ അനുഭവിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, അപ്പോഴും അമ്മ വന്നത്, അമ്മ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ വൈകാണ്ട് ചാടിപ്പോകും. ചാടിപ്പോകാൻ 2 തരത്തിലാണ്. ഒന്നുകിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവനായിട്ട് ഇത് ഉപേക്ഷിക്കണം. അപ്പോൾ അമ്മ വരുമ്പോഴൊന്നും പറഞ്ഞൊന്നുമില്ല. ഇങ്ങനെ നടന്ന് വന്ന് ഞങ്ങളവിടെ ഒരു നീരാട്ട് ഗണപതിയൊക്കെ ഉണ്ട്. അമ്മ ഭയങ്കര ഗണപതി ഭക്തയാണ്. അമ്മയ്ക്ക് ഗണപതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളെയൊക്കെ ചീത്ത വിളിക്കുക തലണേക്കാട്ടിലും കൂടെ ചിലപ്പോൾ ഗണപതിക്ക് അമ്മയുടെ നിന്ന് അടി കിട്ടിയിട്ടുണ്ടാവും, ചീത്ത കിട്ടിയിട്ടുണ്ടാവും. അത്രയും അങ്ങനെയാണ് അടുപ്പം. ആ പെരുമ്പയറാന്നൊക്കെ വിളിച്ചത് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അമ്മ അന്ന് പ്രാർത്ഥിച്ചു അത്രേ. ഇത് ഞാനൊക്കെ പിന്നെ അറിയണത്. അപ്പോൾ നിങ്ങളോടൊന്നും പറഞ്ഞില്ല? എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മാന് അങ്ങനെയുള്ള പേരൻസും വളരെ. അമ്മ ഒന്നും പറഞ്ഞില്ല. അത് ഭയങ്കര രസമായിട്ട് അമ്മ അത് ഹാൻഡിൽ ചെയ്തു. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെൻഡൻസി ഞാൻ പോയി എന്ന് മാത്രമല്ല, ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യേണ്ടത്, എന്നാലേ അത് 10 പേർക്ക് ഉപകാരമുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ചില ഇൻസിഡൻസ് ഉണ്ടായി. ഉദാഹരണത്തിന് ഞാൻ പ്രഭാഷണങ്ങൾ ചിലപ്പോൾ പറയാം. ഇപ്പം ഞാൻ കാഷായം ധരിച്ചിട്ട് ആണെങ്കിൽ ഞാൻ പറയുമ്പോൾ ആൾക്കാർ കേൾക്കും. പക്ഷെ അവർ പറയും, ആ അങ്ങ് സന്യാസിയാണ്, അങ്ങേക്കത് പറയാം, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്കേ അറിയുള്ളൂ പറയും. തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ സമ്മതിക്കില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഗൃഹസ്ഥനാണ്. ഏറ്റവും പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഉള്ളൊരു ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യണത്. ആ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. എല്ലാ തരത്തിലും മനസ്സ് തെറ്റിപ്പോകാവുന്ന സാഹചര്യങ്ങൾ ഇരുന്നിട്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല. അവന് നിങ്ങൾക്ക് 9 to 5 ജോബൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും? ഇത് ചോദിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഒന്ന്. 2, എനിക്ക് മറ്റൊരു മതപദ്ധതിയിൽ പെട്ടിട്ടുള്ള ഒരു വീട്ടിൽ അവരുടെ വിശേഷാവസരത്തിന് ഭക്ഷണം കഴിക്കാൻ കുട്ടിക്കാലത്ത് പോകുമ്പോൾ അവിടുത്തെ അമ്മ എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്. പക്ഷെ ഭക്ഷണം വിളമ്പിട്ട് ചോദിച്ചു, നീ ആനത്തലേക്കുള്ള ദേവനെയൊക്കെയല്ലേ പൂജിക്കണേ? അതെൻ്റെ മനസ്സിൽ കൊണ്ടു. അന്ന് ഞാൻ വിചാരിച്ചു, നാളെ ഒരു കാലത്ത് ഇതിനുള്ള ഉത്തരം പറയാൻ എന്നെക്കൊണ്ടാവണമാതിരി ഞാൻ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ മിക്കപ്പോഴും പ്രസംഗപീഠത്തിലിരിക്കുമ്പോൾ ഞാൻ ആ അമ്മയും പരാശക്തിയായിട്ട് മനസ്സിൽ വിചാരിക്കാറുണ്ട്. കാരണം അവരെന്നെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അവർ മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ്, അവരങ്ങനെ പറഞ്ഞ് കളിയാക്കിയില്ലായിരുന്നു. അവരുടെ ഒരു ഗ്രാമീണ സ്ത്രീയാണ്, അവർ വലിയ വിദ്യാഭ്യാസമില്ല. ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ദാറ്റ് ട്രിഗർ. ഇല്ലെങ്കിൽ എനിക്കിന്ന് ഇരുന്നിട്ട് ധർമ്മത്തിനെ പറ്റി പഠിക്കാൻ പറ്റും. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ജനറേഷൻ അന്നും ഇന്നും ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഫണ്ടമെൻ്റൽസ് ആർക്കും അറിയില്ല. ഇപ്പോൾ ഈ ധർമ്മം പൊക്കി പിടിച്ച് നടക്കുന്ന 99% ആൾക്കാർക്കും ഫണ്ടമെൻ്റലിൽ കൺഫ്യൂഷനുണ്ട്. അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വശേ പഠിക്കുന്നുള്ളൂ. ഞാനിതെല്ലാം പഠിച്ചു എന്നല്ല പറഞ്ഞത്. മനസ്സ് തുറന്നു വയ്ക്കാൻ പക്ഷേ നമ്മളെ കൊണ്ടൊക്കെ സാധിക്കുമല്ലോ. അതെന്തുകൊണ്ട് പറ്റുന്നില്ല? എവിടെയാണ് വാൾ വരുന്നത്? ആ വാൾ വരുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. ഫണ്ടമെൻ്റൽ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആദ്യം നമ്മളെ പഠിപ്പിക്കേണ്ടത്, നമ്മൾക്ക് ആ വിശ്വാസം വരേണ്ടത്. നമ്മളിവിടെ ചെയ്യണം അവനവന് വിശ്വാസം വരണതിന് മുമ്പ് വേറൊരുത്തനെ പഠിപ്പിക്കാൻ പോകണം, വേറൊരാളുടെ വിശ്വാസത്തിനെ മാറ്റിമറിക്കാൻ പോകണം, വേറൊരുത്തൻ്റെ വിശ്വാസം ശരിയല്ല, എൻ്റെ വിശ്വാസം ശരിയാണെന്ന് പറയാം. അതാണ് അവിടെ കൺഫ്യൂഷൻ. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസമില്ല. യുവാനന്ദസ്വാമി 100 കൊല്ലം മുമ്പ് പറഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു 100 yearsന് മുമ്പാണെങ്കിൽ ഞാൻ പറയും ഈശ്വരന് വിശ്വാസമില്ലാത്തവനാണ് നാസ്തികനെന്ന്. ഇന്നാണെങ്കിൽ ഞാൻ പറയും അവനവനിൽ വിശ്വാസമില്ലാത്തവനാണ് നാസ്തികനെന്ന്. ഇന്നേക്ക് 100 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. അവനവൻ എന്താണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മളല്ലാത്ത എന്തൊക്കെയോ ആവാൻ ശ്രമിക്കുന്നു. പല വേഷങ്ങൾ കെട്ടണു, പല മേക്കപ്പ് ഇടുന്നു.
നമ്മളല്ലാത്ത ക്രൗഡുകളുടെ ഇടയിൽ മിങ്കിൾ ചെയ്യണു, പാർട്ടിക്ക് പോകും, അത് ചെയ്യണു. നമ്മൾ ഇതൊന്നും തെറ്റാണെന്നല്ല, ഇതൊക്കെ ചെയ്യാം. ഒരുത്തൻ മദ്യപിക്കാം, വ്യഭിചരിക്കാം, അവൻ അൾട്രാ മോഡേണായിട്ട് നടക്കാം, ഒക്കെ. പക്ഷെ അവൻ്റെ മനസ്സ് എന്നിലാണെങ്കിൽ അർജുന അവനാണ് യോഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗുരുനാഥൻ ഇവിടെ ഇരിപ്പുണ്ട്. ആൻഡ് ഹീ ഹിംസെൽഫ് വാസ് ദ റൈറ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഭൗതികതയുടെ ഹൈറ്റിൽ മുങ്ങി നിന്നിട്ട് ഇങ്ങനെ ആധ്യാത്മിക തേജസ്സോടുകൂടി നിന്നുള്ള ഒരാളെ കൃഷ്ണനെ പോലെ കാണാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും. അപ്പം മണിച്ചിത്രത്താഴ് പറയില്ലേ, മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറകൾ അങ്ങേപ്പോലെ അറിഞ്ഞ എന്നൊക്കെ പറഞ്ഞ് തിരുമേനി തിലകൻ്റെ കഥാപാത്രത്തിനോട് ഡോക്ടർ സണ്ണി, അതിൻ്റെയൊക്കെ അച്ഛനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ. മനുഷ്യ മനസ്സിനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ വേറെ കാണാൻ സാധിക്കില്ല. ആൻഡ് ഹി ന്യൂ ഹൗ ടു. സത്യനാഥൻ പറഞ്ഞല്ലോ, ഇത് സങ്കടകടലിൽ. അതെ, ഓഷോൻ്റെ വരികയാണ്. കൃഷ്ണ ഈസ് ദ ഓൺലി ഡാൻസിങ് ഐലൻഡ് ഓഫ് ലോഫ്റ്റർ ഇൻ എ വാസ്റ്റ് ഓഷൻ ഓഫ് സോറോ എന്ന് എഴുതി വെച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ദുഃഖമയമാണ്. പക്ഷെ അപ്പോൾ ചിരിക്കുന്നതാണ്. കൃഷ്ണൻ്റെ ലൈഫ് ദുഃഖമയമല്ലേ. ഇത്ര ശാപം കേട്ട ഒരാളില്ല. ശാപം മാത്രമല്ല, ജനിച്ചപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് വേണ്ടി എത്ര പേര് മരിച്ചു, എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു, അദ്ദേഹത്തിന് വേണ്ടി എത്ര പേര് ദുഃഖങ്ങൾ അനുഭവിച്ചു. അദ്ദേഹത്തിന് ഇങ്ങനെ തലയിലും താഴെയും വെക്കാണ്ട് വളർത്തിയ യശോദയ്ക്കും നന്ദഗോപർക്കും അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അവർ തമ്മിൽ കാണുന്നു. 63 വയസ്സ് അദ്ദേഹത്തിനുള്ളപ്പോൾ കടൽ തീരത്ത് കുളിക്കാൻ ചെന്നപ്പോൾ വയസ്സായ 2 പേര് അന്യോന്യം സപ്പോർട്ട് ചെയ്ത് നിന്ന് കുളിക്കുന്നു. നോക്കുമ്പോൾ 9 വയസ്സിൽ പിരിഞ്ഞ നമ്മൾ ഈ വാഴ്ത്തുന്ന യശോദയും നന്ദഗോപുരം, നമ്മൾ യശോദയാണ് അമ്മ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുക, ദേവകിയെ പിന്നെ ആലോചിക്കുന്നു. ദേവകി പിന്നെ ആയിക്കോളൂ. പക്ഷെ ആ യശോദയെ ഭഗവാൻ കാണുന്ന ഭഗവാൻ 63 വയസ്സുള്ളപ്പോഴാണ് പ്രഭാസത്തിൽ വെച്ചിട്ട് ഓടിച്ചില്ല. അപ്പോഴും ഈ 9 വയസ്സിൽ പോയ കുട്ടിയുടെ അമ്മയ്ക്ക് ഓർമ്മ, മടി പിടിച്ചിരുത്തുക ഈ 63 വയസ്സുള്ള മകനെ. നീ ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കുന്നില്ല, ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം അവരൊരു തരം ഉന്മാദാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞത്. ഞാൻ ആ യശോദാഹൃദയം 2 ഭാഗമുണ്ട് എൻ്റെ പ്രഭാഷണം. ഞാനത് കേളമംഗലം അമ്പലത്തിലാണ് പറഞ്ഞത്, തിരുവനന്തപുരത്ത്. ഞാനത് പറയുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ ഞാൻ ഇന്നും ഇട്ടിട്ടില്ല, യൂട്യൂബിൽ ഇട്ടിട്ടില്ല. ഞാനത് വീണ്ടും റീറെക്കോർഡ് ചെയ്തിട്ട്, മീൻസ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് ഇടുക ചെയ്ത്, പലരും പറഞ്ഞിട്ട്. എന്താ കാരണം? എന്നെ ഭഗവാൻ അത് പറയാൻ സമ്മതിക്കുകയില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വിഷമം എന്താണെന്ന് ഞാൻ അനുഭവിച്ചതാണ്. ഞാനത് പറയാൻ തുടങ്ങി ആദ്യത്തെ 10 മിനിറ്റിൽ ഒരു അമ്മൂമ്മ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ബോധം കെട്ടി വിടും. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. എൻ്റെ ഒരു പ്രഭാഷണം ഏതിലും ഈ വിഷയമുണ്ട്. കാരണം ദുഃഖം വന്നങ്ങോട്ട് തകർക്കുകയാണ്. യശോദയുടെ മനസ്സങ്ങോട്ട് ആൾക്കാരിലേക്ക് കയറിയാൽ പിന്നെ സമനില കിട്ടില്ല. അത്ര ഭ്രാന്തായിട്ടൊരവസ്ഥയിലേക്ക് ആ ദേവിയെ എത്തിക്കുന്നത് വിധി. അവർ ഭഗവാനാണെന്ന് അറിഞ്ഞിട്ട് സ്നേഹിച്ചൊന്നുമല്ല, അത് താൻ പ്രസവിച്ച കുട്ടിയാണെന്നാണ് വിചാരിച്ചത്. യശോദയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയുന്നുണ്ട്. വലിയൊരു കച്ചവടക്കാരൻ്റെ മകളായിട്ട് ഇന്നത്തെ സിന്ധിൽ ജനിച്ച്, ഷി വാസ് മാരീഡ് ടു എ വെരി വെൽത്തി ഷെപ്പേർഡ് ഫാമിലി ഹിയർ. അങ്ങനെ അത് വലിയൊരു സ്റ്റോറിയാണ്. 19 വയസ്സ് കല്യാണം കഴിഞ്ഞ് വരുന്നതാണ്. 20-21 വയസ്സാകുമ്പോൾ താൻ പ്രസവിച്ച കുട്ടി ഇതാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, യശോദയെ കൃഷ്ണൻ്റെ വളർത്തമ്മയായിട്ട് ചുരുക്കി കാണല്ലേ, പരാശക്തിയെ പ്രസവിച്ചവളാണ്. ശ്രദ്ധിക്കണം. ആൻഡ് ഹൗ ഡിഡ് ഷീ കണ്ടിന്യൂ ഹെർ ലൈഫ് ആഫ്റ്റർ ഷീ ലോസ്റ്റ് എവറിഥിങ്. ലിറ്ററലി ഈ കുട്ടിയെ കൊണ്ടുപോയി എക്സ്ചേഞ്ച് എന്നിട്ട് തിരിച്ച് മറ്റേ കുട്ടിയെ കൊടുത്തില്ല. അപ്പം ദേവകിക്ക് തൻ്റെ മരിച്ചുപോയ മക്കളെയൊക്കെ ഭഗവാൻ കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യശോദയ്ക്ക് എന്തുകൊണ്ട് ആ മകളെ തിരിച്ചു കൊടുക്കാമായിരുന്നു? കൊടുത്തിട്ടില്ല. അതും പോട്ടെ, ഇവരെ കാണാൻ പോണെങ്കിൽ പിന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിഞ്ഞ് വേണം പോകാൻ. യശോദ ഒരിക്കലും കൃഷ്ണനെ കാണാൻ പോയില്ല. നന്ദഗോപുരം ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നിട്ട് മട്ടുപ്പാവിൽ രാജകുമാരന്മാരെ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴാണ് അവരുടെ ഇടയിൽ പോയി നിന്നിട്ട് അവർ ഇത് ഒക്കത്തെടുത്ത് കിടന്ന കുട്ടിയെ കാണുന്നത്. അവരച്ഛൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. യശോദ, അതായത് യശോദയുടെ മൈൻഡേ മാറിപ്പോയി എന്നാണ്. അതായത് നമ്മൾ പറഞ്ഞ് ഇൻസൈൻ തന്നെ പറയാം. അങ്ങനെ ആയി അവർ. നമ്മളാരും യശോദര വശം പറയാറില്ല. അതുകൊണ്ട് ഞാനിത് പറയാൻ തുടങ്ങിയ ആ കേളമംഗലത്തെ കൃഷ്ണൻ്റെ വിഷമം എന്താണെന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസുകൾ വന്നിട്ട് അത് ഞാൻ പറയാൻ സാധിക്കും. എന്നിട്ട് ഞാനതിൽ പറയുന്നുണ്ട്. ആ റെക്കോർഡിങ് ഞാൻ മനഃപൂർവ്വം ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഐ വാസ് ടോക്കിംഗ് ടു ഹിം റാദർ ദാൻ ഐ വാസ് ടോക്കിംഗ് ടു ദ ഓഡിയൻസ്. ഞാനതിൽ പറയുന്നുണ്ട്, നീ എത്ര ബഹളം ഉണ്ടാക്കിയാലും ഞാനിത് ഇവിടെ നിന്ന് പറഞ്ഞിട്ടേ പോകുള്ളൂ. ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ. മേളം വരും, ശംഖ് വരും, മണിനാഥം വരും, അത് വരും, ഇത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഡിസ്റ്റർബൻസുകൾ എനിക്ക് അല്ലാണ്ട് ഉണ്ടാവാറുണ്ട്. ഞാൻ കൂളായിട്ട് കടന്നു പോകണം. ഇപ്പോൾ തിരുവല്ലാമലയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രഭാഷണം തുടങ്ങി അപ്പോൾ അവിടെ എന്തെങ്കിലും മേളത്തിൻ്റെ സൗണ്ട് ഉണ്ടാവും. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇത് ശരിക്ക് പറയുന്നത് സമ്മതിക്കില്ല എന്ന് പറയുക, നമ്മൾ പറയുക. ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വാദപ്രതിവാദം മാതിരിയായി അവസാനം. അത് ഭഗവാനെ വിഷമിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം. വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞു. ഞാൻ ഭഗവാനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രഭാഷണം ഇന്നേ വരെ പറഞ്ഞെങ്കിൽ അത് യശോദാഹൃദയം മാത്രമാണ്. കാരണം അമ്മയുടെ കഥ പറഞ്ഞാൽ ഭഗവാൻ ഇരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അറിയാം വാട്ട് ഹി ഡിഡ് ടു ഹെർ വാസ് റോങ് ഇൻ എവറി സെൻസ്. ബട്ട് അതായിരുന്നു ധർമ്മം.
അന്നത്തെ അവനവൻ്റെ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരാളാണ് കൃഷ്ണൻ. അവന് വേണ്ടിയിട്ട് ചെയ്യരുത്. ഈ കൃഷ്ണൻ്റെ ലൈഫ് പറയാ അങ്ങനെ എഴുതി. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് ഓർക്കൂല്ല അതാണ് ഇന്ത്യക്കാർ വന്ന് സിറ്റുവേഷനിൽ ഇടുന്നത്. സിറ്റുവേഷനിൽ. അപ്പം ഇത് ആ കാലത്ത് അങ്ങനെ അമ്മയെ വിഷമിപ്പിക്കരുതെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ മണിപ്പാലിൽ ചെന്നിട്ട് ഞാൻ ശൃംഗേരി ചെന്നപ്പോൾ വീണ്ടും ഈ സന്യാസത്തിനുള്ള ടെൻഡൻസി ഉള്ളൂ. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ബ്രാഹ്മണർക്കേ അവർ സന്യാസം കൊടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് ബ്രാഹ്മണനായ മാത്രം സന്യാസം കിട്ടുന്നത്. എനിക്ക് ശങ്കരഭഗവത്പാദരെ കാണാൻ സാധിച്ചാൽ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് സന്യാസം മേടിച്ചു. അദ്ദേഹം എന്തായാലും എന്നോട് പറയില്ല നീ നായരാണ് നമുക്ക് സന്യാസം തരില്ല എന്ന് അദ്ദേഹം പറയില്ല. അങ്ങനെ ഞാൻ ശങ്കരാചാര്യർ ഉപാസിക്കാൻ തുടങ്ങി. പക്ഷെ അമ്മയുടെ ഗണപതിക്ക് അതെ, ആചാര്യസ്വാമി. അതാണ് രസം. ആ കാലത്ത് എനിക്ക് കിട്ടിയപ്പോൾ അന്ന് തുടങ്ങിയ ഗൈഡൻസ് ഒരു വല്ലാത്ത ഗൈഡൻസാണ്. ആചാര്യസ്വാമികളെയും പരശുരാമനെയും ഞാൻ ഉപാസിക്കാൻ തുടങ്ങി ആ പ്രായത്തിൽ. കാരണം എൻ്റെ ആറ്റിറ്റ്യൂഡിന് പറ്റിയ ആൾ പരശുരാമസ്വാമിയാണ്. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാനീ പുറത്തുള്ള ആളല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത് എന്നോട് അടുത്ത ആൾക്കാർക്കും അറിയാം. അപ്പോൾ ആ ഒരു നിരക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എന്നെ അടിച്ച് പഠിപ്പിക്കാനും എൻ്റെ പല എൻ്റെ ധൃതി എന്തും എനിക്ക് പെട്ടെന്ന് കിട്ടണം അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെടപ്പൻ എന്നെ വിളിച്ചിരുന്നു തന്നെ. ആ പെടപ്പൊക്കെ കുറയ്ക്കാൻ ഇങ്ങനൊരാളാണ് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കൂടുതൽ പോകുന്നത്. കാരണം വടക്കുന്നാഥനിൽ പരശുരാമൻ്റെ സാന്നിധ്യം അസാധ്യമാണ്. അതെ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഒരു പദ്ധതികൾ അല്ലെങ്കിൽ ആ രീതിയിൽ പദ്ധതി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതിങ്ങനെ എവിടെ നിന്നൊക്കെയോ വരാൻ തുടങ്ങി. ആൾക്കാർ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. ഓരോന്നായി കിട്ടാൻ തുടങ്ങി. വരുമ്പോഴാണ് ഗാർഹസ്ഥ്യമാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് ഇവരിൽ നിന്ന് തന്നെ എനിക്ക് നേരിട്ട് കിട്ടുന്നത്. അത് ഒരു പബ്ലിക് മീഡിയത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. എന്നോട് പറഞ്ഞു ഇത്ര ജന്മങ്ങളിൽ ഒരിക്കൽ പോലും സ്ത്രീയായിട്ട് നീ ജനിച്ചിട്ടില്ല. ഒരിക്കൽ പോലും നീ സ്ത്രീയായിട്ട് ജനിച്ചിട്ടില്ല. ജീവിച്ചിട്ടുള്ളത് മുഴുവൻ ഫൈറ്ററുടെ സ്വഭാവത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. ഈ ജന്മത്തിലുള്ള ശരീരം ആകാരം കൊണ്ട് ഏറ്റവും ചെറുത്. ആകാരം കൊണ്ട് ഏറ്റവും ചെറുത് ഈ ലൈഫിലാണ് എന്ന് ഉള്ളത് കൃത്യമായി. അപ്പോൾ എന്താ പറയുക, എനിക്കൊരു ഗ്രൗണ്ടിങ് വന്നു. ഒരു ഉറച്ച ഗ്രൗണ്ടിങ് വന്നു. എന്നാൽ അതേ സമയം തന്നെ ഞാൻ തെറ്റായിട്ടുള്ള ഒരു ആളുടെ അടുത്ത് പോയി പെടുകയും ചെയ്തു ആ കാലത്ത്. അത് എൻ്റെ ഒരു കർമ്മദോഷം എന്ന് പറയാം. 24 കൊല്ലത്തോളം ഞാൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രവൃത്തികൾ, അയാളുടെ ഉപാസനയുടെ ഭാഗമായി അയാളെ ഈശ്വരതുല്യം ഗുരു കോട്ട്സ് ചിന്തിച്ചിരുന്നു. രസം എന്താ വെച്ചാൽ ഹി യൂസ് ടു ഗീവ് മീ റോങ് മന്ത്രാസ്. ശിവസങ്കല്പ മന്ത്രം യത്പ്രജ്ഞാനമുത ചെയ്തോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം 3ാമത്തെ മന്ത്രം. അദ്ദേഹം എനിക്ക് എഴുതി തന്നത് തെറ്റിയിട്ട് എഴുതി തന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ എൻ്റെ വൈകുന്നേരങ്ങളിൽ ഒരു ജോലി പരിപാടി എന്ന് പറയുന്നത് ക്രിക്കറ്റൊക്കെ ചിലപ്പോൾ കോളേജിൽ നിന്ന് വന്ന് എഴുതാൻ പോകും. ശ്രീകുമാർമേൻ്റെ ഏജൻസിയിൽ എഴുതാൻ ചില ദിവസം ക്രിക്കറ്റ് കളിക്കാൻ പോകും വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ. അന്നത്തെ ദിവസം ഒഴിച്ച് അല്ലാത്തപ്പൊക്കെ നേരെ വന്ന് നീരാട്ട് ഗണപതി അമ്പലത്തിൽ തൊഴും, അല്ലെങ്കിൽ പുത്തൂർ ഭഗവതരോടെ തൊഴും. ഇതാണ് ഈ 2 സ്ഥലം എൻ്റെ സ്ഥലങ്ങൾ. പുത്തൂരാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യലഹരി മുഴുവൻ ചെല്ലിക്കഴിഞ്ഞ് അവിടെ എൻ്റെ കൂട്ടുകാരൊക്കെ പ്രായമായ ആൾക്കാരാണ്. എനിക്ക് ചെറുപ്പക്കാർ കൂട്ടുകാർ അന്നും കുറവാണ്, അല്ലെങ്കിൽ വളരെ എന്തെങ്കിലും പ്രായം കുറഞ്ഞ കുട്ടികൾ. അപ്പോൾ അവിടെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പാലക്കാട് പോസ്റ്റ് ഓഫീസിന് അവിടെ വരെ കിടക്കും. കാരണം അവിടെയാണ് അക്കാലത്തൊക്കെ ബജ്ജിക്കടകൾ. എനിക്ക് ബജ്ജി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ നടന്ന് തിരിച്ച് എൻ്റെ ഒരു നടത്തമുണ്ട്. ആ നടത്തത്തിലാണ് ഞാനിങ്ങനെ പലതും ഇങ്ങനെ ആലോചിച്ച് എൻ്റെ സിനിമ കഥ ഉണ്ടാക്കലൊക്കെ ആ ടൈമിലാണ്. പഠിത്തമൊക്കെ രാത്രി 8 മണിക്ക് ശേഷം വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ. വീട്ടിൽ ഇങ്ങനത്തേനൊന്നും ഒരു തടസ്സമില്ല. ചില സമയങ്ങളിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പ്രധാന രാഷ്ട്രീയ മേഖലയുടെ നേതാവ് മൂപ്പര് ബൈക്ക് കൊണ്ടുവിടും. പുള്ളി അതിലേ വരുന്നുണ്ടാവും. ചേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുവിടും. അങ്ങനെ ഞങ്ങൾ ആ ഒരു ശാന്തത്ത് ഇവരൊക്കെ ഉള്ളൊരു കാലമാണത്. ഈ മന്ത്രം കിട്ടി ജപിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രശ്നം തോന്നാൻ തുടങ്ങി. എനിക്ക് ശരിയല്ല, ഇതെന്തോ ശരിയല്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. എനിക്ക് പക്ഷേ അവിശ്വസിക്കാൻ അറിയില്ല ഒരാളെ. ഞാൻ വളരെ നെയ്വാണ് ആ കാലത്ത്, വളരെ നെയ്വാണ്. പ്രത്യേകിച്ച് ഞാൻ ഇതിനെ ഈശ്വരതുല്യമായിട്ടാണ് കാണുന്നത്. ഒരു 10 കൊല്ലം മുമ്പാണ് ഞാനിത് പ്രേമനോട് പറഞ്ഞ് ഞാനിപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഐ ഹാവ് ഗോൺ പാസ്റ്റ് ഓൾ ദാറ്റ് സ്റ്റേജ്. ഈ ബജ്ജി പൊതിഞ്ഞ കടലാസ്, അത് എന്ത് ബജ്ജി? മുട്ട ബജ്ജി, വാഴയ്ക്ക ബജ്ജി, വെജിറ്റേറിയൻ ബജ്ജിയൊന്നുമല്ല. എനിക്ക് മുട്ട ബജ്ജി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുട്ട ബജ്ജി കഴിച്ചോണ്ട് വരിക. കഴിച്ച് ഇങ്ങനെ വരുമ്പോൾ ഒരു ഇതിൻ്റെ താഴെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ എത്തിയപ്പോൾ ഇത് ചുരുട്ടി കളയാൻ വേണ്ടിയിട്ട് ഈ കടലാസ് ഞാൻ കളയാൻ പോയതാണ്. നോക്കുമ്പോണ്ട് അതിൽ
ഈ മന്ത്രം എഴുതിയിരിക്കുക. യപ്രജ്ഞാനമുത ചെയ്തോ ധൃതശ്ചയ ജ്യോതിരേന്ദ്രമൃതം എന്നിട്ട് തുടങ്ങുന്ന മന്ത്രം ശിവസങ്കല്പം എഴുതിയിരിക്കുന്നു. വേദമന്ത്രം ഉണ്ടാ ധൈര്യമായിട്ട് ഞാൻ ഓപ്പൺലി പറയണം. ആ പേപ്പറിൽ എഴുതിയിരുന്നു, എണ്ണമയുള്ള പേപ്പറിൽ. അത് കുഴിക്കാട്ട് വച്ച മഹേശ്വരം ഭട്ടതിരിപ്പാടിൻ്റെ കുഴിക്കാട്ട് വെച്ച കാണിപ്പോയ ഒരു പഞ്ചാംഗം പുസ്തകശാലയുടെ പുസ്തകം ആരോ തൂക്കിയെടുത്ത് വിറ്റതാ. അതിൻ്റെ പേപ്പർ വലിച്ചു കീറി അതിൽ പൊതിഞ്ഞിട്ടാണ് ഈ ബജ്ജി വന്നത്. ബജി തരുന്നത്. ഭഗവാൻ എനിക്ക് ആ മന്ത്രത്തിൻ്റെ ശരിയായ രൂപം തരണത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നും എല്ലാ പ്രഭാഷണത്തിലും അന്നാണ് നിങ്ങൾ തിരിച്ചറിയാം. എവിടെയൊക്കെയാണോ ഭഗവാൻ ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റണം അത് ശുദ്ധം, എവിടെ ഈശ്വരനെ കാണാൻ പറ്റുന്നില്ലയോ അത് അശുദ്ധം. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. എനിക്ക് ശുദ്ധാശുദ്ധവും ഞാൻ നോക്കാറില്ല പലപ്പോഴും. കാരണം നോക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതാണ് കാരണം. നമുക്കതിൽ ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് ശുദ്ധമാണ്, അത്രേ വേണ്ടൂ. ഇതിൽ ഈശ്വരൻ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുന്ന, നമ്മുടെ മനസ്സ് വിട്ടു നിൽക്കുന്ന സമയമാണ് അശുദ്ധമായി തീരുന്നത്. വെൻ യു ലവ് സംബഡി യു വിൽ നെവർ ഡു എനിത്തിങ് അഗൻസ്റ്റ് ഇറ്റ് ഓർ അഗൻസ്റ്റ് ഹിം ഓർ ഹെർ ഇഫ് യു റിയലി ലവ്, അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഡിസിപ്ലിനൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് അവിടുന്ന് പഠിക്കും. പക്ഷേ അപ്പോഴും ഞാൻ ഇദ്ദേഹത്തിനെ അവിശ്വസിക്കുന്നില്ല. പിന്നെ തർപ്പണം, ന്യാസം, തെറ്റിച്ചേരും. ശൈവം വളരെ തീക്ഷ്ണമായിട്ടുള്ളൊരു മാർഗ്ഗമാണല്ലോ, അറിയാമല്ലോ, പ്രേമനെ അറിയാം. അപ്പം ആ മാർഗത്തിൽ പോയ കാലത്ത് അന്നത്തെ രീതികളിൽ അങ്ങനെ അനവധി വിഷയങ്ങൾ, അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരു പബ്ലിക് മീഡിയത്തിൽ ഇപ്പോൾ ഇതൊക്കെ എന്തായാലും എത്രയോ പേര് വിശ്വാസമുള്ളവൻ കാണും, വിശ്വാസമില്ലാത്തവൻ കാണും, കുറച്ച് വിശ്വാസമുള്ള ആൾ കാണും, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണം. ഇപ്പോൾ എൻ്റെ തന്നെ ഞാൻ കടന്നു വന്ന പല സ്റ്റേജുകളിൽ നിൽക്കുന്ന, പല ഘട്ടങ്ങളിൽ നിൽക്കുന്ന ഓരോരുത്തർ കാണും. അവർക്ക് എല്ലാവർക്കും ഇത് പലതരത്തിൽ ഈ കഥ, ഞാൻ കഥ എന്നേ പറയുള്ളൂ, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഈ PG കഴിയുന്ന സമയമായപ്പോഴേക്കും ഞാനെപ്പോഴും ഐ വാസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് മൈ പ്രാക്ടീസസ്. എനിക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. എനിക്ക് ധ്യാനിക്കാനൊന്നും ചമ്പ്രപടിഞ്ഞിരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല, അത് ഞാൻ ചെയ്യാറുമില്ല. അപ്പം ഇദ്ദേഹം പക്ഷേ എനിക്ക് തരുന്നതിലുള്ള പെശകുകൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു, തിരിച്ചറിയണോ? അപ്പോൾ ഈ അർച്ചന കഴിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടാവും. ഞാൻ ഈ അർച്ചന കഴിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വെച്ചിട്ടുള്ള പൂവിനെ ലാസ്റ്റ് അദ്ദേഹം പൂജാമുറിയിലേക്ക് വരും, എല്ലാവരുടെ അർച്ചനയും കഴിക്കാം. ഞാനാണെങ്കിൽ എനിക്കറിയാവുന്ന സകല വേദമന്ത്രം കൊണ്ടും ഭഗവാനെ മഹാദേവനങ്ങൾ പൂജ കഴിക്കും. മൂപ്പര് കൊണ്ട് ഇങ്ങനെ നോക്കി വെക്കും. എന്നിട്ട് ആ നിലത്ത് കിടക്കണ പൂവിനെ എടുത്തിട്ട് ഭഗവാന്റെ തലയൊക്കെ കൊള്ളും, അശുദ്ധമാക്കും ഭഗവാനെ. അപ്പോൾ ഞാൻ എനിക്ക് എന്തിനാ അദ്ദേഹത്തിന് ഇങ്ങനെ താന്ത്രികമായിട്ട് അശുദ്ധിയാണ്. നിലത്ത് കിടക്കണ ഇതിനെ എടുത്തിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇടും. എനിക്ക് അന്ന് അറിയില്ലായിരുന്നു എന്തിനാ ചെയ്യണമെന്ന്. സ്ലോലി യു വാസ് സക്കിങ് മൈ എനർജി. എൻ്റെ അനിയനോടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഹി ഹാഡ് ഡൺ ലോട്ട് ഓഫ് ഡാമേജ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മേലെ മർഡർ അറ്റംപ്റ്റുകൾ തുടങ്ങി. ലൈഫ് എടുക്കാനുള്ള അറ്റംപ്റ്റുകൾ എനിക്കും അനിയനും വളരെയധികം വരാൻ തുടങ്ങി. നമ്മളിങ്ങനെ പെട്ടെന്നായിരിക്കും ഒരു ബസ്സിൻ്റെ ഡോറൊക്കെ അങ്ങനെ ചട്ടയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയുടെ, നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോയിരിക്കും, ഡോറിന് തുറന്നടയില്ല. ഇപ്പോൾ ഈ ക്ലീനർ കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സില്ലി ഇൻസിഡൻസ് ആയിരിക്കും. പക്ഷേ തലനാരയ്ക്ക് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിന് നമ്മൾ രക്ഷപ്പെട്ടു. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അന്നാണ് എനിക്ക് മനസ്സിലായി വൈ വി ഷുഡ് എക്യുപ്പ് അവർ സെൽസ്. അപ്പം ഞാനും തിരിച്ചടിക്കാനുള്ള പരികൾ, എനിക്കിത് ആരാ എന്നോട് ചെയ്യണമെന്ന് എനിക്കിതൊരു പിടുത്തല്ലേ. അങ്ങനെ പ്രഭാഷണം ഞാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ആരാണെന്നറിയാൻ അഷ്ടമംഗലിലെ പ്രശ്നം വെച്ച് നോക്കിയ ആൾക്കാരെ എനിക്കറിയാം. ശരിക്കും ഉണ്ടായതാണ്, മലബാറിൽ തന്നെ ഉണ്ടായതാണ്. ഞാൻ ഈ ഗുരുവായൂരുമായിട്ട് ഇൻവോൾവ് ആയതിനു ശേഷം, ഞാൻ പ്രഭാഷണങ്ങൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം ശരത്ത് ഏകദേശം ആരാന്നറിയാൻ അഷ്ടമംഗലി പ്രശ്നം വെച്ചിട്ടുള്ള ആൾക്കാർ. ഇപ്പം പ്രേമനോട് ചോദിച്ചല്ലോ എൻ്റെ ഗുരുനാഥൻ ആരാ, നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാനിപ്പോഴും പറയണത് വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത്ര പറയാൻ ആവശ്യമുള്ളൂ. ഞാൻ പറയണ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞ കാര്യം, അതിൽ മാത്രം ആൾക്കാർ ശ്രദ്ധ കൊടുത്താൽ മതി. ഈ ശരീരം നാളെ ഇല്ലാണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ നാളെ തീർന്നു എന്ന് വരും, അല്ലെങ്കിൽ മറ്റന്നാൾ തീർന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത സെക്കൻഡ് ആയുസ് അവസാനിച്ചാൽ കഴിയും. സോ ദിസ് ബോഡി ഈസ് ഇമ്മെറ്റീരിയൽ. ഇപ്പോൾ ഭഗവാന്റെ പോലും ഞാൻ അതിൽ പറയാം, ദേവകി പ്രസവിച്ച ശരീരം ഒരു വേടൻ്റെ അമ്പ് കൊണ്ട് പോയി കഴിഞ്ഞു. വാട്ട് റിമെയിൻസ് ഈസ് ഹിസ് നെയിം ആൻഡ് വാട്ട് ഹി ടോട്ട് us. പ്രകൃതിയിൽ ഒന്നും നിലനിൽക്കില്ല, അത് ആ അമ്മ തിന്നുകൊണ്ടേയിരിക്കും, കാളി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത് അവളുടെ ഭക്ഷണമാണ്, അത് അവൾ ദാറ്റ്സ് എന്താ പറയുക, അവളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റി അത് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടെ ഈ ഒരു കേസിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ഞാൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. എന്നാൽ എനിക്ക് അപ്പുറത്ത് വേറൊരു നോർമൽ ലൈഫ് ഉണ്ട് താനും, ഇത് വീട്ടിലൊന്നും പറയാനും പറ്റില്ല. പിന്നെ പുറമേ നമുക്ക് പറയാൻ പറ്റാത്ത അനവധി ഇലക്ട്രിഫൈങ് അനുഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ആ ഡിഗ്രിയുടെ ഒക്കെ കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മണിപ്പാലിൽ എനിക്ക് എൻട്രൻസ് കിട്ടുന്നതും. then I went there, I was in the first batch മാസ് കോമിൻ്റെ. അപ്പോൾ ഡോക്ടർ വല്യതാറാണ് അന്നത്തെ
വൈസ് ചാൻസലർ അവിടെ. ഞാനാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ദൈവം പോലെ ആരാധിക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ ഹാർട്ട് വാൾവ് സർജറി ചെയ്തും ശ്രീചിത്ര സ്ഥാപിച്ചൊക്കെ ആളാണല്ലോ. അപ്പോൾ ഞാൻ പറ്റുമ്പോഴൊക്കെ ഇവരുടെ കൂടെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഈ ഫ്രണ്ട്സൊക്കെ പോവും കഴിക്കാനും വഹിക്കാനും ഒക്കെ പോകുമ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ ഡോക്ടർ യുവാനന്ദമൂർത്തിയുടെ കൂടെ പ്രൊഫസർ യശ്പാൽ വരും, കിരൺ കാർണിക് വരും ഡിസ്കവറി ചാനലിൽ. ഇവരുടെ കൂടെ അവരിങ്ങനെ വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനോ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വല്ല ആവശ്യത്തിനോ വല്ല മണിപ്പാൽ ഈസ് എ ഹബ്, എത്രയോ കഴിവുള്ളവർ വരുന്ന സ്ഥലങ്ങളാണ്. അതിൽ വലിയ വലിയ സർജൻസ് വരും, ഈ റോയൽ കോളേജ് ഓഫ് സർജൻസിനൊക്കെ അവരുടെ അടുത്ത് പോവുക, സംസാരിക്കുക, എന്താവട്ടെ വിഷയം. അനന്തമൂർത്തി സാറോടൊപ്പമൊക്കെ എത്രയോ വൈകുന്നേരങ്ങൾ നടക്കാൻ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഭാരതീപുരം മുഴുവൻ നോവൽ അദ്ദേഹത്തിൻ്റെ വായിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതീപുരയുടെ ഫുള്ള് കഥ അദ്ദേഹം പറയും. കർണാട്, ഗിരീഷ് കർണാട്, ഇവരൊക്കെ വരും. ഹബീബ് തൻവീർ, ഇങ്ങനത്തെ ലൈക്ക് ദാറ്റ് ഈസ് എ ബ്ലെസ്സഡ് ടൈം ഫോർ മീ. പിന്നെ എം വി കാമത്തിൻ്റെ ലൈബ്രറി. അപ്പോൾ എല്ലാ വീക്കെൻഡും ഞാൻ വരും. പറ്റണ വീക്കെൻഡൊക്കെ ഞാൻ പാലക്കാട്ടേക്ക് വെസ്റ്റ് കോസ്റ്റ് കയറിയിരിക്കും. അത് ഒരു പുസ്തകം എടുത്തിട്ട് വരും, ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറിയിരിക്കും, ആ മുകളിൽ ബാഗ് വെക്കണ തട്ട് കയറിയിരിക്കും. ആരും ഡിസ്റ്റർബ് അപ്പോൾ ചാപ്പിളിൻ്റെ ബയോഗ്രഫി ഒക്കെ എടുത്തിട്ട് വരും. എന്നിട്ട് ഞാൻ ചാപ്പിളിൻ്റെ ചിത്രമുള്ള പുസ്തകം വായിച്ച് കണ്ണീരൊഴുക്കാൻ വേണ്ടിയിട്ട് ഈ ലേബറേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതെന്ത് ഭ്രാന്തനാന്ന് വിചാരിക്കും. കാരണം ചാർലി ചാപ്പിളിനെ ലോകത്ത് എല്ലാവർക്കും കണ്ടാൽ തിരിച്ചറിയും. അയാളുടെ ജീവിതകഥ വായിച്ചാൽ നമ്മൾ കരയുന്നുള്ളത് അവർക്കറിയില്ല. എന്നിട്ട് ഞാൻ പാലക്കാട് എത്തുമ്പോഴേക്കും ഈ തമിഴ് ലേബറേഴ്സിനും മൊത്തം ആൾക്കാർക്ക് ചാപ്പിളിൻ്റെ മൊത്തം കഥ വായിച്ചു കൊടുത്ത് നല്ല രസമായിരുന്നു ആ കാലം എൻ്റെ. അതുമാതിരി വീക്കെൻഡ്സിൽ പല വീക്കെൻഡ്സിലും മൂകാംബിക സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ഇതാണ്. നമുക്കൊരു കുട്ടിക്കാലം തൊട്ടുള്ളവരാണ്. അങ്ങനെ മൂകാംബികയിൽ പോവും. മൂകാംബികയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളാണ്. അന്ന് ഈ കിഴക്കേ ഗോപുരം തന്നെ പൂർത്തിയായിട്ടില്ല, പൊളിഞ്ഞു കിടക്കണ കാലമാണ്. ഇന്നത്തെ മൂകാംബികയല്ല, ഒരു നല്ല മൂകാംബിക ഉണ്ടായിരുന്നു, ഞാൻ അത്രേ പറയുള്ളൂ. യഥാർത്ഥ ഉപാസകരും യഥാർത്ഥ അർച്ചകരും യഥാർത്ഥ 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 സ്വഭാവമുള്ള അമ്മയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നൊരു മൂകാംബിക ഒരു കൊല്ലൂരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു പാസ്റ്റ് ടെൻസിൽ. ആർക്കും എന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം അത്രയും ദർശനം. അങ്ങനെ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മൂകാംബിക പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അച്ഛനോട് പറയാൻ പേടി. അച്ഛൻ അത്രയും ദൂരത്തേക്ക് വിടില്ല. ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുക, അനിയൻ ചെറുതാണ്. ഈ സഞ്ജയ് എമ്പ്രാന്തി ഗുരുവായൂരിൽ ഈ ഫ്രണ്ട് എൻ്റെ കൂടെ. എനിക്കൊരു 6 ഗിയറുള്ള സൈക്കിൾ ഉണ്ടായിരുന്നു. ഞാനിത് 850 ഉറുപ്പിക്ക് വിറ്റു. എന്നിട്ട് അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ പോവാണ്. അമ്മ പറഞ്ഞു ശരി പൊക്കോ. അച്ഛൻ രാവിലെ വെസ്റ്റ് കോസ്റ്റിന് കാസർഗോഡാണ്. അച്ഛൻ വന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് ഗുരുവായൂരത്ത്. എവിടേക്കാണ് വെച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല, പോയിട്ട് വരുമോ. അങ്ങനെ ജയരാജ് ബല്ലൽ മോട്ടോഴ്സ്, അന്ന് തൃശ്ശൂർ ഗുരുവായൂരിൽ ബസ്സുണ്ട്, അതിൽ രാത്രി ചാടിയും പറഞ്ഞു മൂകാംബി. അതൊരു മറ്റേ ഗ്ലാസിൻ്റെ മുകളിൽ വലിയൊരു ബോർഡ് ജയരാജ് ബല്ലൽ ഡ്രൈവറുടെ അത്ര തന്നെ. ആ പഴയ ഒരു റോസ് കളർ ബസ്, ഫുൾ വണ്ടിയാണ്. അതെ, ആ ബസ്സിലാണ് പോയത്. അതിൻ്റെ അകത്ത് ഇല്ലാതില്ല കോഴിക്കോട് എല്ലാ സാധനം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഓരോ ജില്ലയിലെത്തുമ്പോഴും ഇങ്ങനെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അസൽ മഴ, ഒറ്റ ലോഡ്ജിൽ റൂം വന്നില്ല. ഞങ്ങൾ ഒളിച്ചോടി വന്നതാണോ സംശയം, ഒളിച്ചോടി വന്നതാണോ സംശയം. അപ്പോൾ ഒരു സ്വാമി അവിടെ ഇരിക്കുന്നുണ്ട് അമ്പലമായിട്ട് ബന്ധപ്പെട്ട്. അയാൾ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, നീ എവിടെ നിന്നാണ് എന്താണ്. അപ്പോൾ ഞങ്ങളെ നമ്മുടെ നടൻ സന്തോഷ് മോഹൻലാലിൻ്റെ ഒക്കെ അദ്ദേഹത്തിന് ഇന്ന് തന്നെ ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. അന്നാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. അതിൽ കല്യാണം കഴിഞ്ഞ കാലമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം അന്ന് അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടി, ആ പിള്ളേർക്ക് റൂം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാക്കിൽ ഞങ്ങൾക്ക് റൂം കിട്ടി. റൂം കയറി, ഒരു യമുന ലോഡ്ജായിരുന്നു, ആ സൗവർണ്ണ പോണ വഴിക്ക്. അവിടെ ബാഗ് വെച്ചു. ബ്രദറല്ലോ ബ്രദറുണ്ട്. ബ്രദർ അന്ന് അവൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രി, അവൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി. സഞ്ജയ് എമ്പ്രാന്തിരിയാണ്. ഞങ്ങൾ 3 പേരാണ്. ഞങ്ങളെ പടിഞ്ഞാറേ വാതിൽ വഴിയാണ് അകത്ത് കയറണം. ഒരു പിടിയില്ലത് എന്താ ഏതാ സ്ഥലം. അവൻ കന്നഡം വീട്ടിൽ പറഞ്ഞുകൊണ്ട്, എമ്പ്രാന്തിരിമാരാണല്ലോ, തുളു പറഞ്ഞുകൊണ്ട് ഭാഷ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു ധൈര്യത്തിലാണ് പോകണം. നോക്കും അമ്പലം വിജന, മഴ, സെപ്റ്റംബർ മാസം 19 95. ഉള്ളിൽ കയറി ഒരാളില്ല. അന്ന് കൗണ്ടറുകൾ ഇങ്ങനെയൊന്നുമല്ല. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി, അമ്മ ആദ്യം കാണാൻ പോകുമ്പോഴേ അമ്മയെ കാണുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് ദീപം വെക്കണം എന്ന് തോന്നി. അപ്പോൾ അന്നൊക്കെ എങ്ങനെയാ വെച്ചാൽ വിളക്ക്, പഞ്ഞി, നെയ്യ്, ഒരു തുടവും തരും. നമ്മളാ പഞ്ഞി പിരിച്ച് തിരി ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ച് കത്തിക്കണം. അന്നൊക്കെ അങ്ങനെയാണ്. ഇപ്പം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ഞാനിപ്പോൾ അങ്ങനെ പോകാറില്ല അവിടെ. ഞങ്ങൾ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നനയില്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മുടെ ആ അമ്മയുടെ നട കടന്ന് കയറണം. ആ കൊടിമരം കടന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ അമ്മയെ കണ്ടതേ ഓർമ്മയുണ്ട്. അങ്ങനെ ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളുന്നൊരു സ്ഫോടനം ഉണ്ടാവണ മാതിരി എന്തോ സംഭവിച്ചു. എനിക്ക് എന്താണ്, ഞാൻ നിന്ന് ഗുരുവായൂരപ്പനെ കണ്ടാൽ മാത്രമേ ഞാൻ ഇങ്ങനെ കരയും. എനിക്ക് കരച്ചിലങ്ങോട്ട് വന്നിട്ട്. എന്തിനാ കരയെന്ന് വെച്ചാൽ സന്തോഷം. അമ്മ എങ്ങനെ ഞാൻ കാണുന്നത് ഇങ്ങനെ അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് പറഞ്ഞ അവസ്ഥയാണ്.
ഇങ്ങനെ കാണാം. ഒരു പച്ച സാരി ഉടുത്തിട്ട് ഞാൻ ഇരിക്കുന്നത് ദേവി. വലിയ അലങ്കാരമൊന്നുമില്ല അന്ന്. അന്ന് ഇപ്പോൾ ഉള്ളവരുടെയൊക്കെ അച്ഛൻ ഒരു അടിക ഉണ്ടായിരുന്നു, ഒരു പച്ച ഡ്രസ്സ്, അദ്ദേഹം പ്രായമുള്ള അദ്ദേഹം അവിടെ ഇരിക്കും. അദ്ദേഹം ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു, വരാൻ പറഞ്ഞു വിളിച്ചു. ആരുമില്ല, തിരക്കൊന്നുമില്ല, വരാൻ പറഞ്ഞു, ഇവിടെ വെക്കാൻ പറഞ്ഞു വിളക്ക്. എന്നിട്ട് അദ്ദേഹം പോയി. അപ്പം എനിക്കൊരു പിടുത്തില്ല. ശ്യാമും ഞാനും സഞ്ജയ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുക. ഈ വിളക്ക് അവിടെ വെക്കാൻ പോണ സാർ മുതിർന്ന് ഇത്രയൊക്കെ ആയി, വിളക്ക് പോലും വെക്കാൻ അറിയില്ല. ഇവിടൊരു സ്ത്രീ ഒരു സെറ്റ് കൊണ്ട് കൊടുത്തിട്ട് കറുത്ത് മെലിഞ്ഞ് നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീ, ചെറിയൊരാളൊരു 4 അടി ഉയരമുണ്ടാവും. ഇങ്ങോട്ട് തരൂ അങ്ങോട്ട് മേടിച്ചു. അങ്ങോട്ട് തിരിയിട്ടു. അതമ്മ തിരിയിട്ടത് ജീവിതത്തിൽ മറക്കില്ല. അത്ര ലക്ഷമുള്ള തിരി 5 ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് കണ്ടിട്ടില്ല. ആ തിരി, ആ പഞ്ഞി കൊണ്ട് ചട 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 പറഞ്ഞ ആ തിരി അങ്ങ് ഇട്ടിട്ട് ഇനി കത്തിക്കൂ. കത്തിച്ചു വെച്ചു, ദേവിക്ക് വെച്ചു. ശ്രദ്ധയൊന്നുമില്ല. പിന്നെ അമ്മയെ നിന്ന് തൊഴുത് പ്രദക്ഷിണം വെച്ച് ശങ്കരാചാര്യസ്വാമി ആ ബാക്കിൽ ഇരിക്കണം. അറയൊക്കെ അക്കാലത്ത് നമുക്ക് അകത്ത് കയറിയിരിക്കാൻ പറ്റുമായിരുന്നു. അവിടെ കയറി ഇരിക്കലും കഴിഞ്ഞ് തിരിച്ച് പുറത്ത് വന്നപ്പോഴാണ് കാക്കശ്ശേരി ഭട്ടതിരിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഈ കിണറിൻ്റെ ഉള്ളിൽ നിന്നാണ് തിരുമാരം പണ്ട് കിട്ടിയതെന്നൊരു കഥ ഓർമ്മയുണ്ട്. ഞാൻ സഞ്ജയനോട് ഇവനോട് ഇത് പറയുമ്പോഴെനിക്ക്, എടാ ആ സ്ത്രീ എവിടെ ചോദിച്ചു. മഴയാണ്, ഞങ്ങൾ 3 പേര് അമ്പലത്തിലുള്ളൂ. ആ സ്ത്രീയുടെ പൊടിയില്ല. ഞാനത് കഴിഞ്ഞ് ആ ശ്രീകോവിലിനോട് വരുമ്പോൾ ഞാൻ അകത്ത് കാണുന്നത് അമ്മ പച്ച സാരിയല്ല, സെറ്റും കൊണ്ട് അമ്മയെ വെള്ള വസ്ത്രം ധരിച്ച്. ഞാൻ പറഞ്ഞു, എടാ പച്ച, അയ്യോ ഓർമ്മയില്ല ഇവർ. അത് കഴിഞ്ഞ് ഞാൻ അന്ന് അമ്മ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി വന്നാൽ ഞാൻ നിന്നെ പിടിക്കും. ഇങ്ങനെ തന്നെ പറഞ്ഞാണ്, ഇനി വന്നാൽ ഞാൻ നിന്നെ പിടിക്കുന്നു പറഞ്ഞാണ്. 3 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അനവധി വേറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പിറ്റേത്തെ വർഷം ഓൾറെഡി വന്നിട്ടുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് വീണ്ടും ഗുരുവായൂരിൽ വരികയാണ്. അതേപോലെ ഞങ്ങളത് ഈ ശബരിമലയ്ക്ക് പോകണ മാതിരി വർഷത്തിൽ ഒന്നാക്കി 96 വരികയാണ്. 96 അവിടെ 4 ദിവസം നിന്നു. 4 ദിവസം ഒരാളും വന്നില്ല. കഴിഞ്ഞിട്ട് പടിഞ്ഞാറേ വാതിലിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. പടിഞ്ഞാറേ വാതിലിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാക്കാലത്തി ആദിവാസി, മുക്കുത്തിയ ഇത്ര വലിയ റിങ്, കൈയൊക്കെ മൈലാഞ്ചി ചാറൊക്കെ മുക്കിയിട്ട് കറുത്തിട്ടൊരു സ്ത്രീ, തേജസ് എന്ന് പറഞ്ഞ രക്ഷയില്ല. പക്ഷെ ബോധമില്ല. അപ്പോഴേ തിരുമധുരം കിട്ടിയോ ചോദിച്ചു കന്നഡത്തിൽ. അപ്പം ഇവനോട് പറഞ്ഞു, സഞ്ജയ് പറഞ്ഞു തിരുമധുരം വേണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ തിരുമധുരം ഞങ്ങൾ വാങ്ങിയിട്ടില്ല, മറന്നു. അയ്യോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വാങ്ങാൻ പറഞ്ഞു. ഉടനെ പറയണേ, വാങ്ങൊന്നും വേണ്ട, ഞാൻ തരാം എന്ന് അവർ പിടിച്ച മലയാളത്തിൽ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് തിരുമധുരം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സഞ്ജയനൊരു നുള്ളേ കൊടുത്തുള്ളൂ. എനിക്ക് കുറച്ച് നല്ലോണം തന്നു. എനിക്കുള്ളതിനെക്കാളും കൂടെ ശ്യാമിന് കൊടുത്തു. അവൻ ചെറിയ കുട്ടിയല്ലേ, അങ്ങനെ പറഞ്ഞു. അവന് കൂടുതൽ കൊടുത്തു. അങ്ങോട്ട് പോയി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കഴിച്ചതിൻ്റെ സുഖം കാരണം ഇത് പുറത്ത് കിട്ടുന്ന തിരുമധുരല്ലല്ലോ. അത് ഈ പഞ്ചസാരയൊക്കെ പൊട്ടിട്ട് ഒരു സാധനം. ഇത് ആ തിരുമ, ഇതിൽ പഴമുണ്ട്, തേനുണ്ട്, ഒരു വല്ലാത്ത ഫ്ലേവർ. ആ സ്ത്രീ എവിടെയാണെന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം അറിയാമല്ലോ, ആനവാലിൻ്റെ അവിടെ നിന്ന് 3 വഴി പോണത് അവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക്, പുറകോട്ട് അഗ്നിതീർത്ഥത്തിൻ്റെ അവിടേക്ക്, സൗവർണിയുടെ അവിടേക്ക്. പിന്നെ നമ്മൾ എന്താ പറയുക, റെസ്റ്റ് ഹൗസുകളിൽ അങ്ങോട്ട് സൗവർണിയുടെ അവിടേക്ക്, പിന്നെ കുറേ അവിടെ ചെന്നിട്ട് 2 പിരിയും. ഞങ്ങൾ 3 പേര് 3 വഴിക്ക് ഓടി വരെ അന്വേഷിക്കുക കാണാൻ വേണ്ടിയിട്ട്. ഒരു പൊടി കിട്ടിയില്ല. അതായിരുന്നു 2ാമത്തെ മൂകാംബികയിലെ അനുഭവം. അതിനുശേഷം പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഞാനാണെങ്കിൽ എല്ലാ നവരാത്രിക്കും അമ്മയെ വിസ്തരിച്ച് പൂജ കഴിക്കും. കകാരാധിയൊക്കെ ചൊല്ലി ഞാൻ പൂജ കഴിക്കുക. കാളി സഹസ്രനാമം, കകാരാധി സഹസ്രനാമൊക്കെ ചൊല്ലിയില്ല. വീട്ടിൽ പീഠമൊക്കെ വെച്ച് പൂജ കഴിക്കും. അപ്പോൾ ആ അമ്മൂമ്മ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും. കാരണം എന്താ, എൻ്റെ പൂജ 9 മണിക്ക് തുടങ്ങുമോ, 2 മണിയാവും കഴിയും. അനിയൻ്റെ പൂജ അപ്പുറത്തുണ്ടാവും, ശിവനെ പൂജിക്കുന്നുണ്ടാവും. ഞാൻ ഈ 9 ദിവസം പൂജ. അപ്പോൾ ഒരു കാരണമുണ്ടായി. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പൂജ കഴിച്ച്, കാളിയുടെ പൂജ കഴിഞ്ഞ് പല അനുഭവങ്ങളാണ്. ഭസ്മത്തിൻ്റെ മണം, ചെലമ്പിൻ്റെ ശബ്ദമൊക്കെ വരും, ചിലപ്പോൾ കണ്ടൂന്നും വരും. തോകാണ് കാണുകയാണെങ്കിൽ എപ്പോഴും കുട്ടിയാണ്, 5 വയസ്സ് പ്രായം. അവനോ കാളിയുടെ ചെറിയ പ്രായം. ശിവസുധ അവസ്ഥ. ശംഭുസ്ത ശശകണ്ഠമകര, ആ ധ്യാനത്തിൽ വരുന്ന ശംഭുസ്ത തന്നെ. ശംഭുവിൻ്റെ മടിയിൽ ഇരിക്കണം. ശംഭുവിൻ്റെ മോള് നിൽക്കണവളെന്നും പറയാം, പക്ഷെ ശംഭുവിൻ്റെ മടിയിൽ ഇരിക്കും.
അപ്പം ഒരു കാരണം കൊണ്ട് ഒരു വർഷം അനിയൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഇനി ഇവിടെ അമ്മയുടെ പൂജ കഴിക്കരുത് എന്ന് പറഞ്ഞു. ഒരു കാരണമുണ്ട്, അവൻ ജെന്യൂനായിട്ടൊരു കാരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ല. അതെനിക്ക് വലിയ വിഷമമായി. അതെങ്ങനെയാണ് അമ്മയ്ക്ക് പൂജ? അപ്പോൾ അതിൽ എന്താ തെറ്റെന്ന് വെച്ചാൽ എൻ്റെ തെറ്റല്ല, അമ്മയുടെ തെറ്റല്ല, അവൻ്റെയും തെറ്റല്ല. പക്ഷേ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ കൂടെ വരുന്ന ചില ആൾക്കാർ വേറെ ചിലതരം ആൾക്കാരായിരിക്കും. അവരുടെ ഒരു ലാൻഡിങ് ഉണ്ടായതുകൊണ്ട് അപ്പുറത്തെ പൂജ അശുദ്ധമായി. ഇതാണ് അതിൻ്റെ ഒരു കോർ സംഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇനി നിനക്ക് നവരാത്രിക്കും പൂജ കഴിക്കില്ല. എനിക്ക് പിന്നെ ഒക്കെ അങ്ങനെയാണ്, അങ്ങോട്ട് എക്സ്ട്രീംസിലാണ് അന്നും. ഇപ്പോഴാണ് ഞാൻ ഭയങ്കര മാറിയത്. അപ്പോൾ അന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഒരു 2 വർഷം മോള് ജനിച്ചിട്ടുണ്ട്. ആ സമയത്തിനുണ്ടാവും. അപ്പോഴേക്കും ഞാൻ അസാമാന്യ തിരക്കുള്ള ആഡ് ഫിലിം മേക്കറായി കഴിഞ്ഞു. ലൈക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ അറിയാം എല്ലാവർക്കും. അങ്ങനെ ആയിട്ടുള്ള സമയമാണ്. പുറത്തും വർക്ക് ചെയ്യുന്നുണ്ട്, സിംഗപ്പൂർ വർക്ക് ചെയ്യുന്നുണ്ട്, ദുബായ് വർക്ക് ചെയ്യുന്നുണ്ട്, നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ വാശിക്ക് ഒരു ദിവസം ഞാനവിടെ ആ നവരാത്രി കഴിഞ്ഞിട്ടുള്ളൊരു 3 ദിവസം കൂടി ഞാനവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ. എനിക്ക് നിലത്ത് കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരു പട്ടുപാവാട ഇട്ടിട്ടൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറയുക, അച്ഛാ അടുത്ത വർഷം ഈ കാലമാകുമ്പോഴേക്കും ഒരു വീടുണ്ടാവും, അവിടെ വെച്ച് എന്നെ പൂജിക്കണം കേട്ടോ പറഞ്ഞു. പിറ്റേത്തെ വർഷം 2006 അതിരാത്രം വന്നു, മൂലങ്കോട് അതിരാത്രം. എൻ്റെ അമ്മൂമ്മ 2005 മരിച്ചു, ശങ്കരജയന്തി ദിവസം. ഞാൻ ആ സമയം വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് ചെറുമുക്ക് വല്ലവേട്ടനും അക്കിത്തര് ഇപ്പോഴത്തെ പാട്ട് എഴുതി പ്രസിദ്ധനായിട്ട് നമ്മുടെ ഗാനരചയിതാവ് BK ഹരിനാരായണൻ, അന്നവൻ സിനിമയിൽ വന്നിട്ടില്ല, ഹരിയും കൂടെ എന്നെ കാണാൻ വരണം, അതിരാത്രം ഡോക്യുമെൻ്റ് ചെയ്യാം, മൂലങ്കോട് അതിരാത്രം PNC മേനോൻ സ്പോൺസർ ചെയ്ത് വൈദ്യ വിദ്യാപീഠം ചെയ്യണത്, തെക്കേമഠം ബ്രഹ്മസ്വം മഠമൊക്കെ ചേർന്ന്. അതൊരു വഴിത്തിരിവായിരുന്നു. 1.5 വർഷം 2 വർഷം അവരുടെ കൂടെയുള്ളൊരു ജീവിതം പിന്നെ എൻ്റെ. കാരണം എനിക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരണ കാലമാണ്. അങ്ങനെ ഞാൻ ആ വർക്ക് ചെയ്യണു. അപ്പോൾ അന്ന് ഹരിയുടെ അച്ഛൻ രാമേട്ടൻ, അദ്ദേഹമാണ് എൻജിനീയറായിരുന്നു. അദ്ദേഹം ഈ വീടിന് സ്ഥാനം കാണാനൊക്കെ കണക്കുകളിലൊക്കെ നിഷ്ണാതനായിട്ടുള്ള ഒരാളാണ്. വളരെ സാത്വിക പ്രകൃതി. എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും സാത്വികനായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് രാമേട്ടൻ എന്നോട് പറഞ്ഞു, ശാലയിൽ നിന്ന് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ഫ്രൂട്ട് സ്റ്റോളൊക്കെ ജീവിച്ചിരിക്കുന്ന ആളാണ്. അന്ന് പഴയ തലമുറയിലെ സാമവേദികളും യജുർവേദികളും മുഴുവൻ ഉണ്ടായിരുന്ന അവസാനത്തെ ദ ഗ്രേറ്റസ്റ്റ് അതിരാത്രമാണ് 2006 മൂലങ്കോട് അതിരാത്രം എന്ന് പറഞ്ഞാൽ. 267 മണിക്കൂറിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് ഞങ്ങൾ ചെയ്തു. ഇന്നും അത് റെഫറൻസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കണ്ടൻസ് വേർഷൻ 18 സ്റ്റെപ്സ് കിടപ്പുണ്ട് ഇപ്പോഴും. ഏറ്റവും ഉയരം കൂടിയ ശാലയായിരുന്നു. കാരണം യജമാനൻ ഏറ്റവും ടോളായിട്ടുള്ള യജമാനൻ അതിനായിരുന്നു. യജമാനൻ്റെ ഉയരത്തിനനുസരിച്ച് വേണം ശാലയുടെ വലുപ്പം. കാപ്ര ശങ്കരനാരായണ കിത്തിരിപ്പാട് അവരൊക്കെ എല്ലാവരും ഭഗവാനിൽ ലയിച്ചു. ഇപ്പോൾ ആരുമില്ല. അന്ന് അത് കഴിഞ്ഞ് വരുമ്പോൾ രാമേട്ടൻ പറഞ്ഞു, എല്ലാവരും പ്രയത്നിച്ചു ഇതിന് വേണ്ടിയിട്ട്. ക്യാമറ കൊണ്ട് ശരത്തും ഒരു പുരോഹിതനായിരുന്നു ഇതിൽ. ഋത്വിക്ക് എന്നെ ക്യാമറ ഋത്വിക്ക് എന്നാണ് തമാശയ്ക്ക് വിളിച്ചിരുന്നത്. ഞങ്ങൾ ഒരു ഫുൾ ടീം ഉണ്ടായിരുന്നു. ഷർട്ടൊന്നും ഇടാണ്ട് തോർത്തിട്ടിട്ട് മുണ്ടുകൊടുത്ത് നിന്നിട്ടുള്ള ശാലയിൽ വർക്ക് ചെയ്യണം ഞങ്ങൾ. അപ്പോൾ എൻക്ലോഷറിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നമ്പൂതിരി കുട്ടികളെ കുറച്ച് പേരെയും ഇപ്പോഴത്തെ വലിയ ആർട്ടിസ്റ്റ് ഗിരീഷൻ ഭട്ടതിരിപ്പാടിനെയൊക്കെ എനിക്ക് ഡിപ്ലോയ് ചെയ്ത് അവരാണ് ഓരോ ശിലയുടെ ന്യാസമൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. അത് എനിക്ക് അവരെ വിടാം അവിടെ. ആ സമയത്തും പല അനുഭവങ്ങളുണ്ടായി. പോകാൻ പറ്റില്ല. പ്രവർഗ്ഗം എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ അഗ്നി പൊട്ടണ സമയത്ത് ഇവിടെ ക്യാമറയിൽ വ്യൂ ഫൈൻഡർ വിരൽ വെച്ചിട്ട് എൻ്റെ വിരൽ ഇവിടെ പൊള്ളിയിട്ടുണ്ട്. പിന്നെ കെട്ടിട്ടിട്ടാണ് നമ്മൾ ശരിക്കും വെന്തു. അതായത് അവിടെ ഉണ്ടായത് വിഷ്വലിൽ തൊട്ട് നിൽക്കുന്ന വിരലിൽ അതിൻ്റെ ടെമ്പറേച്ചർ അറിയണ ഒരു ഭീകരമായിട്ടൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും അൺഎക്സ്പ്ലെയിനബിൾ നമുക്ക് അറിയില്ല. ഇന്ന് രാമേട്ടൻ പറഞ്ഞു, വെറുതെ പറയുക, ഇതുകൊണ്ട് ശരത്തിനും എന്തെങ്കിലും ഗുണം ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ ഒരു വീടോ പറയുക. അപ്പോൾ എനിക്കാണെങ്കിൽ ചെന്നൈ വിട്ട് വരാൻ ഒരു താല്പര്യമില്ല. മോളുടെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങളൊന്ന് പാലക്കാട്ടേക്കൊന്ന് നിന്ന്, അവൾക്ക് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അങ്ങനെ 2006 യു വോണ്ട് ബിലീവ്, ഞാൻ KP നമ്പൂരീസിൻ്റെ ആഡ് ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിഷയുടെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനൊരു വീടുണ്ട് കൽപ്പാത്തിയിൽ, നമ്മുടെ അതേ വരിയിൽ തന്നെ, ശരത്ത് വേണമെങ്കിൽ ഇപ്പോൾ നമുക്കത് അഡ്വാൻസ് കൊടുത്താൽ മേടിക്കാം. ഞാൻ പറഞ്ഞു, അച്ഛാ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പാലക്കാട് സെറ്റിൽ ചെയ്യണമെന്ന് ആലോചിച്ചില്ല, അല്ലേ എന്തായാലും ഇത് വേണ്ടി വരും, ഇത് ഇന്ന് മേടിച്ച് നാളെ ചിലപ്പോൾ ഇത് ഇങ്ങനൊരു ഇത്ര നല്ലൊരു വീട് നമുക്ക് കൽപ്പാത്തിയുടെ ഉള്ളിൽ കിട്ടിയില്ല എന്ന് വരും, അപ്പോൾ നിങ്ങളിന്ന് കണ്ട. അങ്ങനെ ഞാനതിന് അഡ്വാൻസ് കൊടുത്ത് ആ വീട് മേടിക്കുന്നു. ഇന്ന് രജിസ്ട്രേഷൻ, നാളെ ഹൗസ് വാമിങ്, മറ്റന്നാൾ നവരാത്രി 1-ാം ദിവസം, 3-ാം നാൾ.
നവരാത്രിയുടെ പ്രഥമ അതായത് നിങ്ങൾ അത് വാങ്ങിയ 3-ാമത്തെ ദിവസം പ്രഥമ തുറന്നു. അത് ഞാൻ താമസം തുടങ്ങി, പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് പ്രഥമ തുടങ്ങി. ആ വർഷം ഞാൻ അമ്മയെ പൂജ കഴിച്ചു. അത് കഴിഞ്ഞ് വിത്തിൻ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ആ ചെറിയ ആളെ ഞാൻ കണ്ടു. ഇനി എനിക്ക് പൂജ ചെയ്യും വേണ്ട കേട്ടോ, തൃപ്തിയായി ഇവർ. അന്ന് ഞാൻ നിർത്തി തന്നു നവരാത്രി പൂജ. എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ചെയ്യരുതല്ലോ, തൃപ്തിയായത്. അതിനുശേഷം ഇങ്ങനെ ഓരോ ഘട്ടം അവിടുന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ വന്നതിന് ശേഷം ഞാൻ ഈ മുരുകൻ്റെ പദ്ധതികൾ ഞാൻ വളരെ കണക്റ്റഡാണെന്ന് എനിക്ക് മനസ്സിലായതും വൈട്ടുപാളയത്ത് ഞാൻ ആ മുരുകനെ പ്രതിഷ്ഠിച്ചതും അതൊക്കെ പിന്നെ പല പ്രഭാഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർക്ക് ഇപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഈ സിനിമയുടെ ആർക്ക് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആദ്യം സുരഭിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. പഴയ സുരഭിയില്ലേ, ദൂരദർശൻ റൈറ്റിംഗ് ഓൺ ഗിരീഷ് കർണാടകിൻ്റെ ഒക്കെ ഉള്ള സുരഭി മോസ്റ്റ് ഫേമസ്. അതായത് അതെ തന്നെ നമ്മൾ സിദ്ധാർത്ഥ് കക്കും രേണുക ഷഹാനെ ചെയ്തിരുന്ന സുരഭിയുടെ സൗത്തിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടാണ് ഞാൻ ആദ്യം. രേണു അതെ. അത് കഴിഞ്ഞ് വളരെ രസമാണ്. സൺഡേ 9 മണിക്ക്, അതായത് സൺഡേ 9 മണിക്ക് രാത്രി കൾച്ചറൽ മാഗസീൻ നിലത്തിരുന്നിട്ടുള്ള ആദ്യമായിട്ടൊരു ഒരു പ്രോഗ്രാം നിലത്തിരുന്നിട്ട് അവർ അവതരിപ്പിക്കുക. അതിലാണ് ഞാൻ റൈറ്റിംഗ് ഓൺ ദ വാൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന കാലത്ത്, ആ കാലത്ത് 16mm ഷൂട്ട്. അതിൻ്റെ എന്തായിരുന്നു, കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അവർ കമ്മീഷൻ ചെയ്ത പ്രോജക്റ്റായിരുന്നു, ഞാൻ ചെയ്തു എന്ന് മാത്രം. ഒരു തലമുറ കടന്നുപോയിരുന്നു കഥകളുടെ. അപ്പുട്ടിയാശാൻ, അപ്പുട്ടിപുതളാശാൻ, രാമുട്ടിപുതളാശാൻ, രാമുട്ടിയാരാശാൻ, പത്മനാഭനാരാശാൻ, അതിൽ കൃഷ്ണകുട്ടിപുതളാശാൻ മാത്രം മരിച്ചു പോയിരുന്നു കുട്ടിത്തറയത്തിൽ. പിന്നെ ഓഫ് കോഴ്സ് ഗോപിയാശാൻ അന്ന് ഇന്നത്തെ അത്ര പ്രായമില്ല, അദ്ദേഹം അന്ന് ചെറുപ്പമാണല്ലോ. അനവധി പേര് മേളത്തിലാണെങ്കിലും എന്തിലും, ചുട്ടിയിൽ വരെ എന്തിലും. അത് പലരും മുത്തശ്ശനെ അറിയണവർ വളരെ അടുത്ത്. പക്ഷേ എന്താ വെച്ചാൽ അവരെയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കാൻ ശേഷം. വേറൊരു കാര്യം വെച്ചാൽ ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സൗത്തിൽ ആദ്യം റെഡ് കൊണ്ടുവന്ന് ഞാനാണ്. അതിനെ എന്നെ പിടിച്ച് പൂട്ടിയിട്ടാണ്. റാമോജി ഫിലിം സിറ്റിയിൽ എന്നെ പിടിച്ച് പൂട്ടിയിട്ടു. എൻ്റെ ഹാർഡ് ഡിസ്കൊക്കെ കോൺഫിസ്കേറ്റ് ചെയ്യും. അക്കാലത്ത് ഒരു വലിയ ലാബിൻ്റെ ആൾക്കാർ. പിൽക്കാലത്ത് ആ ലാബ് ബാങ്ക്രപ്റ്റായി പൂട്ടിപ്പോയി. എന്നിട്ട് മലയാളത്തിൽ വലിയ സംവിധായകൻ എന്നെ വിളിച്ച്, ഞങ്ങൾ ഊണ് കഴിഞ്ഞാൽ കടലമുട്ടായി കഴിക്കുന്ന പരിപാടിയുണ്ട് സിനിമാ സെറ്റിൽ. ഞങ്ങൾ കഴിക്കാൻ മുമ്പ് എന്നെ അവിടെ പിടിച്ചിരുത്തി ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു, ശരത്തെ ഇതൊരു ഓർക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇന്ന് ബാങ്ക്രപ്റ്റായിട്ട് അത് പൂട്ടി അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ സലാല മൊബൈൽസിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ കുറേ ഈ സലാല മൊബൈലിലേക്കൊക്കെ വരുന്ന അത് പിന്നെ ഒരു സിനിമയുടെയാണ് വരണത്. പക്ഷേ അത് ആഡ് ഫിലിം സിനിമ ആഡുമായിട്ട് വന്നില്ല. അത് ആൻഡ്രോ ചേട്ടനാണ് അതിന് കാരണം. ഞാൻ ശരിക്കും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ചെറിയൊരു പടം എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ച് വന്നതാണ്. ആൻഡ്രോ ചേട്ടൻ എന്നോട് പറഞ്ഞു, അന്ന് ബാവുട്ടിയുടെ നാമത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന കാരണം ഞാൻ മമ്മൂക്കി വെച്ചിട്ട് കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോ ചേട്ടനെ എനിക്കറിയാം, അല്ലെങ്കിലും അറിയാം. ഞാനൊരു അന്ന് ദുബായിലാണോ? അപ്പോൾ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ? ദുബായിലേക്ക് 2008 തൊട്ടിട്ട് കമ്പനി മീൻസ് ഞാൻ പക്ഷേ ഓൺ ആൻഡ് ഓഫേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. സിംഗപ്പൂർ അപ്പോഴും ഉണ്ടാകും? സിംഗപ്പൂരില്ല. ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരുന്നത് ദുബായിലാണ്. അതിന് കാരണം ശരിക്കും സ്റ്റാർട്ടിങ് നമ്മുടെ നടൻ ജനാർദ്ദൻ ചേട്ടൻ മകളും മൂത്തമകൾ രമചേച്ചിയാണ്. രമചേച്ചി പ്രൊഡ്യൂസറായിരുന്നു. രമചേച്ചി നമ്മുടെ ഈ ഓർഡിനറി സിനിമയുടെയൊക്കെ പ്രൊഡ്യൂസർ സതീഷ് ചേട്ടൻ ജയരാജ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അവരാണ് എന്നെ ആദ്യം അവിടെ കൊണ്ട് ആഡ്സ് ചെയ്യിപ്പിക്കും. പിന്നെ അതിന് ശേഷം 2008 ആ ബസ്റ്റ് ഉണ്ടായല്ലോ, ദുബായിയുടെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുന്നത്. അതിന് ശേഷവും പിന്നെയും ഞാൻ പിന്നെ പോയിട്ട് വേറെയും നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ ഫിലിമുകളും അങ്ങനെയൊക്കെ ചെയ്ത് ധാരാളം വർക്ക് ചെയ്തു. അപ്പം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ പാരലിലാണ് ഈ പറഞ്ഞ സാധനാകാരൻ കാര്യങ്ങളും സംഭവങ്ങളും നടക്കുന്നതും. സൈഡിലൂടെ എനിക്ക് ഈ മനുഷ്യ ഗുരുക്കന്മാരിലുള്ള വിശ്വാസങ്ങൾ തകരുന്ന പല അനുഭവങ്ങളും എനിക്ക് വരാൻ തുടങ്ങി. പിന്നെ പോയി അത് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ വന്നു. 10-23 വർഷം കവർ ചെയ്തായിരുന്നു. കവർ ചെയ്തിട്ടുണ്ട്. ആ പഠിക്കും അത്രയും കാലമായി പഠിക്കും. നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയ പോലുള്ളൊരവസ്ഥയെ അന്ന് ഞാൻ ഭഗവാനോട്, മഹാദേവൻ്റെ അടുത്ത് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളൊരു ഫെയിൽഡ് ഗുരുവാണ്. ഭഗവാനോട് ഞാൻ പറഞ്ഞതാ. എന്നത് അങ്ങനെ അല്ലാതെ എനിക്ക് തോന്നാം അന്ന് ഞാൻ നിങ്ങളെ വന്ന് തൊഴുള്ളൂ. ആലോചിച്ച് നോക്കണം, ഞാൻ ജീവൻ പണയം വെച്ചിട്ട് കളിച്ചിട്ടുള്ള ഒരുത്തരാണ് ഈ സാധനയിൽ. പക്ഷെ ആ ഭഗവാൻ എന്നെ അങ്ങനെ തന്നെ കൊണ്ടുപോകുക. അത് എങ്ങനെയാണ് തുടങ്ങി വെച്ചതെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. ഞാൻ ഗുരുവായൂർ ഷൂട്ടിന് വന്ന സമയത്ത് 19 വിളിച്ചു കൊണ്ടുപോയി അതിരുദ്രകാലം മഹാരുദ്ര നടക്കുകയാണ് മമ്മിയൂര്. അവിടുന്ന് ആള് വന്ന് ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് മുന്നിൽ നിർത്തി അങ്ങനെ തൊഴിച്ചിട്ട്, അതായത് നമുക്ക് ഭഗവാന്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാവും. അതെന്താ വെച്ചാൽ നമുക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത്. സ്നേഹമുള്ളതുകൊണ്ടാണ് ദേഷ്യം വരണം.
ഞാനിത് വളരെ സൂപ്പർഫിഷ്യലായിട്ടാണ് പറയണത്. പക്ഷേ അത്ര ഡെപ്തിലുള്ള വിഷയങ്ങളുണ്ടായിരുന്നു അതിനുള്ളിൽ. അതിലുണ്ടായിരുന്നു. ഈ ഗുരുവായൂർ ശ്രീകോവിലിനുള്ളിൽ ശിവലിംഗം കണ്ടിട്ടുള്ളതാണ്. ഗുരുവായൂർ ശ്രീകോവിലിനുള്ളിൽ ശിവലിംഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സാധാരണ പ്രഭാഷണങ്ങൾ പറയാത്തൊരു കാര്യം അത് പറഞ്ഞു. എൻ്റെ മോളുടെ അരങ്ങേറ്റമായിരുന്നു. അവൾക്കന്ന് 3 വയസ്സാണ്. കർണാടക സംഗീതം. അവിടെ നിന്ന് കാക്കാ പിപ്പി എന്ന് പാടും. നമ്മുടെ ഗ്രാമത്തിൽ കുറേ കുട്ടികൾ അരങ്ങേറ്റം മേൽപ്പത്തൂർ. അന്ന് വൈഫിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അമ്മയും ഞാനും കൂടെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ അവളെ കൊണ്ടുപോയത്. തെക്ക് വശം ശാസ്താവിൻ്റെ കടന്നപ്പോൾ നമുക്കറിയുമല്ലോ ഒരു വ്യത്യാസം അന്തരീക്ഷത്തിൽ വരുമ്പോൾ ഒരു ഇടിപ്പ് തുടങ്ങി. അപ്പം നാച്ചുറലി ആ പടിഞ്ഞാറ് വശത്തെ വാതിലിൻ്റെ അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. കുട്ടിയാണെങ്കിൽ മെല്ലെ നടക്കണുള്ളൂ. അവളെ അങ്ങോട്ട് എടുത്തു. ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് ഓടുകയാണ് ഓൾമോസ്റ്റ്. ആ വളവ് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ തിരിയണ പടിഞ്ഞാറ് കോരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരാളിങ്ങനെ അങ്ങോട്ട് കടന്നു ഉള്ളിലേക്ക്. ഒരു നീല മുണ്ടേശം മുട്ടിൻ്റെ താഴെ വരെ എടുത്ത് കയ്യിൽ വലിയൊരു ദണ്ട് പോലുള്ള സാധനം, അറ്റത്തൊരു ശൂലം പോലെ ചെറിയൊരു പ്രൊട്രൂഷൻ ഉണ്ട്. എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് തിരിഞ്ഞിട്ടാണ് നടക്കണേ. മൂപ്പര് ഇങ്ങോട്ട് വടക്കുവശത്തേക്ക് പോവുകയാണ്, പ്രദർശനമായിട്ട് പോവുകയാണ്, പ്രവേശിക്കുകയാണ്. ഭസ്മാണ് ദേഹം മുഴുവൻ. കണ്ണ് ഞാൻ ജീവിതത്തിൽ മറക്കൂല. ഒരു എന്താ പറയുക, കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ണ ഒരു 6.25 അടി ഉയരമുണ്ടോ, നല്ല ബലിഷ്ഠനായിട്ടൊരാൾ. വെളുത്തതാണോ ചോദിച്ചാൽ വെളുത്തതാണ്, ചുവന്നാണോ എന്ന് ചോദിച്ചാൽ ചുവന്നതാണ്, എന്നാൽ ഇരുണ്ടതാണോ ചോദിച്ചാൽ ഇരുണ്ടാണ്. ഇങ്ങനൊരു ജാതി നിറം. അങ്ങോട്ട് നടന്നങ്ങോട്ട് കയറി നമ്മുടെ ആനയൊക്കെ ഹോസിട്ട് കഴുകണ ആ ഭാഗത്ത് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. ഞാൻ പുറകില്ലേന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പോയി. ഞാൻ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ചേസ് ചെയ്ത് പിടിക്കാൻ നോക്കുക. ശങ്കരാചാര്യർ അവിടെ എത്തിയ പദ്യവും നിന്നിട്ട് ആ ശങ്കരാചാര്യരെ നോക്കി അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അങ്ങനെ പോയി കിഴക്ക് വശം കടന്നു. ഞാൻ പുറകെ ഓടി എത്തുമ്പോൾ ആളെ കാണാനില്ല. പിന്നെ ഞാൻ അവിടെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വലിയ തിരക്കില്ല. കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഞാനിങ്ങനെ അകത്തേക്ക് നോക്കിയതാണ്. അകത്തൊരു ശിവലിംഗം ശിരസിലൊരു താമരയായിട്ട് വീഴുകയായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായത് ഇത് വേറെയാണെന്ന് പറയണതിൻ്റെ പ്രത്യക്ഷത്തിൽ എന്നെ അടിച്ച് പഠിപ്പിച്ചതാണ്. ഞാൻ ഗുരുവായൂരപ്പനെ ശിവനായി കണ്ടിട്ടുണ്ട്, അമ്മയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടുത്തെ അലങ്കാരം എന്ന് പറഞ്ഞാൽ കളഭമാണ് പ്രധാന അലങ്കാരം. ആ കളഭം പക്ഷെ നമുക്ക് പുറത്തുനിന്നാണ് തോന്നുന്നത് എല്ലാം കളഭമാണ്. കാരണം ഇൻകാൻഡസൻ ലൈറ്റ് ആണല്ലോ, ടങ്സ്റ്റൺ ലൈറ്റുകളുടെ സ്വഭാവമാണല്ലോ ഫയർ ലൈറ്റുകൾക്ക്. അപ്പോൾ നാച്ചുറലി ബ്ലൂ കോമ്പണൻ്റ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വൈറ്റ് കറക്റ്റായിട്ട് അറിയില്ല. മുഖത്തും കളപോണം ശരീരത്തിലും കളപോണം എന്ന് വിചാരിക്കുക. മുഖത്ത് ചന്ദനേ ഇടുള്ളൂ, മുഖത്ത് കളവിടാൻ പാടില്ല. വർഷത്തിൽ ഒരു ദിവസം സാമൂരിപ്പാട് വക കളഭാഭിഷേകത്തിന് മാത്രമേ ഭഗവാന്റെ ശിരസിൽ കൂടെ കളവ് ഒഴിക്കുകയുള്ളൂ. ചന്ദനം വൈഷ്ണവാണ്. മനുഷ്യനെ തിരിച്ചറിയണം എങ്ങനെയാണ്? ശരീരത്തിൽ മുഖം കണ്ടിട്ടാണ് തിരിച്ചറിയുക. ഉത്തമാംഗം ശിരസ്സാണ്. മുഖം കണ്ടിട്ട ഒരാളെ, തലയില്ലാത്ത ശവത്തിനെ എങ്ങനെ നമ്മൾ കമന്തം തിരിച്ചറിയുക? ബോഡി തിരിച്ചറിയില്ല പലപ്പോഴും. പിന്നെ ജനറ്റിക് ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ നഗ്നരൂപം കണ്ടിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കാണിക്കണം. അതൊക്കെയാണ് അവർ. പക്ഷേ ഒരാളുടെ മുഖം എന്ന് പറഞ്ഞാൽ ഉത്തമാംഗം ശിരസ്സാണ്. അപ്പോൾ അതാണ് ഐഡൻറ്റിറ്റി. കളഭത്തിൽ 3 വസ്തുക്കളാണ് പ്രധാനമായിട്ട്. ചന്ദനമുണ്ട്, പനിനീരുണ്ട്, കുങ്കുമപ്പൂവുണ്ട്. ചന്ദനം വൈഷ്ണവം, പനിനീര് ശൈവം, കുങ്കുമപ്പൂവ് ശാക്തേയം. ഇത് 3 ചേർന്നാൽ പരബ്രഹ്മമായി. ഞാൻ പരബ്രഹ്മമാണെങ്കിലും ഇവിടെ ഞാൻ വിഷ്ണുവായിട്ടാണ് ഇരിക്കുന്നത്. ഫേസ് അത് മനസ്സിലാക്കിയാൽ മതി. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് ഭഗവാൻ കറക്റ്റായിട്ട് പല ഘട്ടങ്ങൾ, അതായത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുകളിൽ ഒരു ഗുരുനാഥനെ കാണുന്നില്ല. ചോദിച്ചാൽ അർഹതയുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും, ഒരു സംശയമില്ല. അപ്പം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ ഒരു ഫോർമേറ്റീവ് സ്റ്റേജുകളായിരുന്നു എൻ്റെ. ഇതിൻ്റെ ഇടയിൽ PG കഴിഞ്ഞിട്ട് ഈ സുരഭിയും കഴിഞ്ഞ് ഞാൻ വന്ന് പെടുന്നത് സോഫ്റ്റ്വെയറിലാണ്. അന്ന് .com ബൂമിൻ്റെ കാലമാണ്. 3D.com അല്ലേ? അത് വരുന്നത് DSQ സോഫ്റ്റ്വെയറിൻ്റെ ഹാൻഡ്രിക്സ് എന്ന് പേരുള്ളൊരു കമ്പനിയിലെ ഞാൻ വരണം ഫസ്റ്റ്. അതിൽ കണ്ടൻറ് എഡിറ്ററായിട്ടാണ് വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 62 ജർമ്മൻകാരും അതിൽ ഒരുത്തൻ ഓസ്ട്രേലിയനാണ്, ഞാനും കൂടെ പെട്ട ഒരു പ്രോജക്റ്റ് പോയി പെട്ടു. അക്കാലത്ത് ഇന്ത്യൻ ഭാഷകൾക്ക് ഒരു ലാംഗ്വേജ് സ്കെയിൽ ഉണ്ടാക്കാൻ നോക്കുകയായിരുന്നു. ഇൻ്റലിജൻ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു IVR. അത് നമ്മൾ ഇന്നിപ്പോൾ പറയണത് press 1 to go to this menu, press 2 to know about this എന്നൊക്കെ പറയണം. അന്ന് അതങ്ങനെയല്ല. നമുക്ക് അറിയണം ഇംഗ്ലീഷിൽ I want to know Reliance stock price. Reliance stock price please. What is Reliance stock price today? ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഇൻ്റലിജൻ്റ്ലി നമ്മളിപ്പോൾ അന്യോന്യം ചോദിച്ച് മനസ്സിലാക്കണമാതിരി മനസ്സിലാക്കാൻ പറ്റും ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. പക്ഷേ ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ടെങ്കിലും അതിനാ ഭാഷ മനസ്സിലാക്കണ്ടേ.
അപ്പോൾ ക്ലോഷ് റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ജർമ്മൻകാരനുണ്ടായിരുന്നു നമ്മുടെ ആ ഗ്രൂപ്പിൽ. അപ്പോൾ അവൻ 10-24 വയസ്സുള്ള ആൾക്കും അവൻ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫിലിപ്സിൻ്റെ വോയിസ് പ്രോജക്റ്റ് അത്. അതിലേക്ക് ഇവർക്ക് ഇന്ത്യൻ ലാംഗ്വേജിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയുന്നില്ല. നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ടോട്ടൽ ഭാഷകളെക്കാട്ടിലും കൂടുതലുണ്ട് ഇന്ത്യയിലെ ആൾക്കാർ പറഞ്ഞ ഇംഗ്ലീഷ് സത്യം. ഇപ്പോൾ സ്പൂൺ എന്നുള്ളത് പഞ്ചാബി സപ്പൂണ് എന്ന് പറയും അല്ലേ, നമ്മൾ സ്പൂണ് എന്ന് പറയും അല്ലേ. ഇങ്ങനെയൊക്കെ തന്നെ അത് മനസ്സിലാവണ്ടേ. അപ്പോൾ സംസ്കൃതം എന്തോ പൊട്ടും പൊടി അറിയാമെന്ന് ഇവർക്ക് തോന്നിയത് കൊണ്ട് എന്നെ പിടിച്ചിട്ട് അതിലിട്ടതാണ്. എനിക്ക് സത്യം പറഞ്ഞ സംസ്കൃതം കാര്യമായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല. ഞാനെന്തായാലും ആ പ്രോജക്റ്റിൽ പോയപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് ഒരു നല്ലൊരു ഓസ്ട്രേലിയക്കാരനായിരുന്നു. ഞാൻ പറഞ്ഞു ആ ഒരേ ഒരു ഓസ്ട്രേലിയക്കാരനായിരുന്നു പ്രോജക്റ്റ് ലീഡ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, നമുക്കൊരു കോംപ്രിഹെൻസീവ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ്ലി ലേണിംഗ് ഉള്ള എറർ ലോഗ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ബഗ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ പുതിയ പുതിയ വാക്കുകൾ വരുമ്പോൾ അതിൻ്റെ ലെക്സിക്കൺ ബിൽഡായിക്കൊണ്ടിരിക്കും. തെറ്റുകൾ തിരുത്തി കൊടുക്കുക. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്തുണ്ടാവും, അത് കറക്റ്റ്. ഒരു വലിയ സിസ്റ്റം ഉണ്ടാവും. ശരി, അത് അംഗീകരിച്ചു. ബട്ട് സ്റ്റിൽ സൗണ്ട്സ് നാക്കുക ഇവിടെ തട്ടണു. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഉച്ചാരണത്തിന് എങ്ങനെ പഠിപ്പിക്കും? സായിപ്പ് പറഞ്ഞ പോലെയല്ല അത്. ഫണ്ട് ചെയ്യണത് വോഡോഫോൺ ഇറ്റലിയാണ്. അവർക്ക് അന്ന് വോഡോഫോൺ ഇന്ത്യ വന്നിട്ടില്ല, അന്ന് ഹച്ച് പോലും വന്നിട്ടില്ല. ഞാനാണ് ഹച്ചിൻ്റെ ഇന്ത്യയിലെ ഇനോഗ്രൽ ആഡ് ചെയ്യണത്. ആ കാലത്ത്. പിൽക്കാലത്താണല്ലോ ഹച്ച് വലിയത്. പ്രകാശ് വർമ്മയുടെയൊക്കെ ഗംഭീര ആഡ്സ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ. അപ്പോൾ തുടക്കത്തിലെ ഫസ്റ്റ് ഒരു പരസ്യം ഞാനാണ് ചെയ്യണത്, ചെന്നൈയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ ഈ സാധനം വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ സഹായിച്ചാണ്, മഹാദേവൻ്റെ അനുഗ്രഹം, വേറെ ഒന്നും പറയാനില്ല. ഒരു ദിവസം പെട്ടെന്ന് ഒരു കാര്യമില്ലാണ്ട് പാണിനീയത്തിൻ്റെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുക. ചെന്നൈയിൽ ഒരു തമിഴ് പതിപ്പ്. ആ കപാലീശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്ത് പഴയ പുസ്തകം വിൽക്കുന്ന ഒരു കട അവിടെ. പാണിനിയം കിട്ടി. തമിഴ് എനിക്ക് അത്യാവശ്യം വായിക്കാൻ അറിയാം. ഞാൻ തപ്പിത്തഴിഞ്ഞ് വായിക്കുമ്പോൾ അതിൽ മഹേശ്വര സൂത്രങ്ങൾ കാണും. നൃത്താവസാനേ നടരാജരാജോ നടാതടക്കാം നവപഞ്ചവാരം ഉദ്ധർത്തുതാമാൻ സനകാദിസിദ്ധ ഏതദ്വിമർശേ ശിവസൂത്രജാലം എന്ന് പറഞ്ഞ ആ ശ്ലോകം കാണാം. അപ്പോൾ പാണിനിയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നു. പാണിനിയുടെ യഥാർത്ഥ പേര് ലൗഹണൻ എന്നാണ്. അദ്ദേഹം തപസ് ചെയ്ത സ്ഥലം ലൗഹണപുരം, ഇന്നത്തെ ലാഹോർ. പാകിസ്ഥാനിലെ ലാഹോറിലായിരുന്നു പാണി ജീവിച്ചിരുന്നത്. അദ്ദേഹം അവിടെ തപസ് ചെയ്ത് ഭാഷയുടെ അടിസ്ഥാനം എന്താണെന്നറിയാൻ മഹാദേവനെ തപസ് ചെയ്തു. അദ്ദേഹം റിസർച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. പല ഗുരുനാഥന്മാരുടെ അടുത്ത് പഠിച്ചു. പക്ഷേ ഗ്രാമർ കൃത്യമായിട്ട് മനസ്സിലായില്ല. അവസാനം ഭഗവാനെ ആശ്രയിച്ചു. അതാണ്. അപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് തന്നെ നൃത്തത്തോട് കൂടിയിട്ടാണ്, നടരാജനായിട്ടാണ്. ശിവനൊരു സ്വഭാവമുണ്ട്, ഭഗവാൻ സംസാരിക്കില്ല. നമ്മൾ കരുതുന്ന പോലല്ല ഭഗവാൻ അത് സിനിമയിലും നാടകത്തിലും സംസാരിക്കൂ. അങ്ങേര് സംസാരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച വിദ്യയാണ് ഈ മുദ്രകൾ. നൃത്തത്തിലും തന്ത്രത്തിലും ഒക്കെ ഉള്ള ഈ മുദ്രകൾ മൂപ്പരുടെ ലാംഗ്വേജാണ്. ഹി ടോക്സ് ഓൺലി ലൈക്ക് ദാറ്റ് ആൻഡ് റെയർലി ഹി കോൾസ് എ നെയിം. ചിലപ്പോൾ പേര് വിളിക്കും, അത് അപൂർവം, ബാക്കിയൊന്നും പറയൂല. മനസ്സിരിക്കണം. അതല്ലേ മൗനമുദ്രയിൽ ഇരുന്നിട്ടാണല്ലോ ദക്ഷിണാമൂർത്തി സകലതും കൊടുക്കുന്നത്. അകത്തുനിന്നകത്തേക്കാണ് ഈ ശബ്ദം. പര ഒട്ടും വേസ്റ്റ് ചെയ്യില്ല. ഭഗവാൻ 3 എനർജി വേസ്റ്റ് ചെയ്യില്ല. മനുഷ്യൻ 3 എനർജി വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സകല കുഴപ്പവും വരുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ദഹിപ്പിക്കണ എനർജി, ലൈംഗികമായിട്ട് നഷ്ടപ്പെടുത്തുന്ന എനർജി, സംസാരിച്ചിട്ട് കളയണ എനർജി. ഇത് 3 നിയന്ത്രിക്കലാണ് ഏത് വ്രതവും. ഭഗവാൻ ഇതിൻ്റെ ഹൈറ്റാണ്. അദ്ദേഹത്തിൻ്റെ എനർജി അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ശിവൻ്റെ എനർജിയുടെ ഭീകരത എന്നാണ് ആ വാക്കിന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ആംഗ്യത്ര കാണിച്ചു പാണിനിയുടെ അടുത്ത്. എന്താ ആംഗ്യം കാണിച്ചു വെച്ചാൽ നൃത്താവസാനം നൃത്തം ചെയ്തു. നൃത്തത്തിൻ്റെ അവസാനത്തിൽ നടരാജനായിട്ടുള്ള രാജാവ് നനാദടക്കാം ഡക്കയിൽ കൊട്ടി. എങ്ങനെ? ആദ്യം 9 പ്രാവശ്യം കൊട്ടി ഓരോരോ താളത്തിൽ. പിന്നെ 5 പ്രാവശ്യം നവപഞ്ചവാരം എന്നാണ്. അല്ലാണ്ട് 14 പറഞ്ഞിട്ടില്ല. ചതുർദശവാരം എന്നല്ല ശ്ലോകം പറഞ്ഞത്, നവപഞ്ചവാരം. ആദ്യം 9 പ്രാവശ്യം കൊട്ടി, പിന്നെ 5 പ്രാവശ്യം കൊട്ടി. 9 സ്വരമാലകളുണ്ടായി. 5 സ്വരമാലകൾ കാണാറായി ഇയാളുടെ മനസ്സിൽ. 14 മഹേശ്വര സൂത്രങ്ങൾ പറയും. ആ ഊ ന് എന്നൊക്കെ പറഞ്ഞിട്ട്. ലോകത്തിലേത് ഭാഷ എടുത്താലും മനുഷ്യൻ്റെ നാക്കിനെ ഈ 14 രീതിയിലേ ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അത് ഈ നാക്കിനെ പല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവന്നു, ചുണ്ടടച്ചു, തുറന്നു, ഈ ശബ്ദം ഉണ്ടാക്കി, അത് മുറിച്ചു, ത ര വ ഇങ്ങനെ ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള മാക്സിമം നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഈ 14. ഇത് പഠിച്ചാൽ ലോകത്തിലേത് ഭാഷയും പഠിക്കാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഗുരുവായൂരപ്പ ഈ 14 സൂത്രം കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചാൽ പോരെ? കിട്ടിയില്ലേ? ഈ 14 സൂത്രത്തിൽ കമ്പ്യൂട്ടർ എഴുതാനുള്ള പ്രോഗ്രാം റൈറ്റർ ഞാനും കൂടി എഴുതി.
അത് ഞങ്ങൾ രണ്ടുപേരും പേരിലും ആ സ്കെയിൽ. ഉം. അത് പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ DSQ അന്ന് എനിക്ക് 15,000 രൂപ ശമ്പളം. ഉം, ഉം. 15,000 രൂപയുടെ ശമ്പളം. നമ്മുടെ 2000 കഥയാണ് പറയുന്നത്. അന്ന് ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള IT കമ്പനി, ദ ഗ്രേറ്റസ്റ്റ് IT കമ്പനി തന്നെ, അവരാൾക്കാരെ ഇങ്ങനെ നല്ല നല്ല ആൾക്കാരെ പല സ്ഥലത്തും കോച്ച് ചെയ്യണ കാരണം അതെ. എനിക്കൊരു കത്ത് വന്നു. അന്ന് ആ കമ്പനിയുടെ ഹെഡ്, കമ്പനി എന്താന്ന് പറയാം, ഇൻഫോസിസാണ്, മനസ്സിലായി. നന്ദൻ നിലേക്കാനി സാറാ, ആധാറിൻ്റെ ഉപജ്ഞാതാവ്. അന്ന് സാറ് ഇൻഫോസിസിലുള്ള കാലമാണ്. ആ കത്ത് എനിക്കിപ്പോഴും പുള്ളിയല്ലേ ഓർമ്മ. സാറായിരുന്നു ഒന്ന് സാറിൻ്റെ പുള്ളി. സാറെ കാണാൻ പോകാനായിട്ടുള്ളൊരു ഇൻവിറ്റേഷനായിരുന്നു. അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ട് തന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വിമാനയാത്ര നടത്തണം അങ്ങനെ. ഞാൻ ബാംഗ്ലൂർ പോയി സംസാരിച്ചു. അവർ പറഞ്ഞു ശരത്തിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഇവിടെ വന്ന് വർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ IT കാരനല്ല എന്ന് അവർക്കറിയാം, ഞാൻ IT എഞ്ചിനീയറല്ല, പക്ഷേ എൻ്റെ ഇങ്ങനെ സ്കിൽസ് ഉപയോഗിക്കാൻ പറ്റും. അതിവിടെ ചോർന്നു ആ കമ്പനിയിൽ. ആൻഡ്രിക്സിൽ. ഇവരെന്നോട് പറഞ്ഞു ആഴ്ചയിൽ 3 ദിവസം, അത് ഇഷ്ടമുള്ള 3 ദിവസം വന്നാൽ മതി. അന്നത്തെ കാലത്തൊന്നും ഒരു ചെറുപ്പക്കാരൻ സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാലറി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, കുറേ പൈസ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു ദുശീലവും ഇല്ല. ഞാൻ ആകെ പുസ്തകം വാങ്ങിയിട്ടാണ് കളയാണ്. IITയുടെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങി. IITക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ആ കാലത്ത്. അന്ന് ഈ IT ബൂമിൻ്റെ കാലമായതുകൊണ്ട് ഈ സൈറ്റുകൾ വരുന്നുണ്ട്. പോപ്പുലർ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റഗ്രേറ്റർ, ടെക്നോളജി റിലേറ്റഡ് ഡാറ്റയുടെ ഒരു ഇൻ്റഗ്രേറ്ററായിട്ടുള്ള സാധനം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് ഒരു സംഭവം പറഞ്ഞത്, ശാന്തേട്ടൻ ചെന്നൈയിൽ രവികചന്ദ്രൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ റൂമിൽ അവൻ താമസിക്കുക. ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ നമുക്ക് രാജീവ് തന്നെ കാണാൻ പോകാം. അങ്ങനെ രാജീവ് സാറെ കാണാൻ ഞങ്ങൾ ചെല്ലിടും. രാജീവ് സാറിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് സംസാരിക്കും. ഇന്നും സാറ് അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ സുഭാഷ് പാർക്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സാറ് നാട്ടിൽ തറവാട്ടിൽ വരുമ്പോൾ രാവിലെ നടക്കാൻ പോകുമ്പോഴൊക്കെ സാറെ കാണലുണ്ട്. എൻ്റെ ലൈഫ് മാറ്റിവിട്ട മനുഷ്യനാണ് അത് ശരിക്കും പറഞ്ഞാൽ. രാജീവ് സാർ അന്ന് കണ്ടുകൊണ്ടേയും ചെയ്തിട്ടുണ്ട്. മിൻസാരക്കനവ് കഴിഞ്ഞു, കണ്ടുകൊണ്ടേയും കഴിഞ്ഞു. പിന്നെ ഹീസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കേഴ്സ് ദ കൺട്രി ഹാസ് പ്രൊഡ്യൂസ്. ബോംബെയുടെ ക്യാമറമാനാണ്. ഹരികൃഷ്ണൻസിൽ ഗുപ്തനായിട്ട് അഭിനയിക്കുക, അങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ നാട്ടുകാർക്ക് അറിയുള്ളൂ. വെരി ഹാൻസം, നമ്മളൊക്കെ ഭയങ്കര ആരാധിക്കുന്ന ആളാണ്. അതെ, കാമിങ് ആണ്. റഹ്മാനെ ഇൻഡസ്ട്രിക്ക് കൊടുത്ത ആളാണ്, AR റഹ്മാനെ. അപ്പോൾ ഇതൊക്കെ സാറിൻ്റെ തൂവലുകളാണ്. അപ്പോൾ സാറ് എന്ന് പറഞ്ഞാൽ സാറെ കാണാൻ പോയി നമുക്കൊരു ഭയങ്കര എന്താ പറയുക, അദ്ദേഹം തൊട്ട് വിട്ടിട്ടുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. രവികെ ചന്ദ്രനാവട്ടെ, ഗൗതം മേനനാവട്ടെ, സാറ് അസിസ്റ്റൻസ് ആയിരുന്നു അവരൊക്കെ. ഞാൻ സാറെ കാണാൻ പോയി. സാറ് ആ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുകയുള്ളൂ. ഭയങ്കര രസമാണ് സാറോട് സംസാരിക്കാൻ. അങ്ങനെ എനിക്ക് എന്നോട് ചോദിച്ചു, നീ ഇതിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണോ പ്ലാനെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. നോ, ആർ യു ബിഹൈൻഡ് ദിസ് ബീയിങ് എ VP, വൈസ് പ്രസിഡൻ്റ് ആവുക, ദാറ്റ് സാലറി, ദിസ് പാക്കേജ്. എടാ ഇതൊക്കെ ഇപ്പോൾ പോവും. സത്യം, നീ അംബീഷ്യസ് ആണെങ്കിൽ നിനക്ക് ഇതൊന്നും പാടില്ല. യു ജമ്പ് ഇൻ ടു ദ ബാൻഡ് വാഗൺ നൗ ഓർ ഇറ്റ് വിൽ ബി നെവർ. നിനക്ക് എഴുതാൻ പറ്റുമല്ലോ, നീ സിനിമയാണ് ചെയ്യണമെങ്കിൽ നീ സിനിമയിലേക്ക് ഇപ്പം ചാടണം. ഇങ്ങനെ ഈ മനുഷ്യൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ രാജിക്കത്ത് എഴുതി കൊടുത്തു.